യം ശൈവാസമുപാസത്തെ ശിവ ഇതി മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി ഹരി ഓം തത്സത്. ജയ ഗുരു ജയ ഗുരു. അപ്പം അതുപോലെ നമുക്കൊരു 3 തവണ ഓംകാരം ജപിക്കാം. എല്ലാവരും കൂടി ഈ കൂട്ടധ്വനി ലോകം മുഴുവൻ വ്യാപിച്ച് എല്ലാവർക്കും സന്തോഷവും സൗഭാഗ്യവും അണയണം എന്നിങ്ങനെയുള്ള ഒരു മനോവികാസം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. കൈകോർത്ത് മടിയിൽ വയ്ക്കൂ. കഷ്ടപ്പെടാതെ നിവർന്നിരിക്കുക. കണ്ണടച്ച് മനസ്സും വായും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. ഹരി ഹരി. ഓ എല്ലാവരും എന്താ മടിയുണ്ടോ ഇപ്പോഴും? ഓ ഇന്നലെ ഞാൻ ചൊല്ലിത്തന്ന ശ്ലോകം എല്ലാവർക്കും ചൊല്ലാറായോ? എന്താ മിണ്ടാത്തെ? കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാദ് നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഭഗവത്ഗീത വായിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള ഒരു മനോഭാവമാണ് വേണ്ടത്. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറന്നു കിടന്ന് അമ്മിഞ്ഞ കുടിച്ച് വളരുമ്പോൾ ഒരു കുട്ടിയും വികസിത മനസ്സോടു കൂടിയാണ് കഴിയണതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മനസ്സ് രൂപപ്പെടുന്നത് തന്നെ കുട്ടിയുടെ ശരീരം ജനിച്ചതിന് ശേഷം ആദ്യമായിട്ട് ത്വക്ക് സ്പർശിക്കുന്നു, പിന്നെ നാവ് രസിക്കുന്നു, ചെവി കേൾക്കുന്നു, മൂക്ക് മണക്കുന്നു. അങ്ങനെ ഓരോ ഇന്ദ്രിയവും പ്രവർത്തിച്ച് വരുമ്പോഴാണ് ഈ ഉള്ളിൽ മനസ്സിൻ്റെ രൂപീകരണം. ഇന്നത്തെ കാലത്ത് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന കുട്ടികൾ ജനിക്കുന്നത് കാണാറുണ്ടല്ലോ. ആ കുട്ടികൾക്ക് എന്താ തകരാറ്? ഇന്ദ്രിയങ്ങൾക്കൊരു തകരാറുമില്ല. പക്ഷെ ആ ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് കാണുന്നതിലാണ് നമുക്ക് പെശകും തകരാറും സംഭവിക്കുന്നത്. ശരിക്കും നോക്കി ഗ്രഹിച്ച് ആ ഉള്ളിൽ മനോരൂപീകരണം നടക്കണില്ല. അപ്പോൾ ഈ മനസ്സ് രൂപീകരിക്കപ്പെടുന്നത്, അതിൻ്റെ രൂപീകരണം കുട്ടി ജനിച്ചതിന് ശേഷമാണ്. ആ മനസ്സിലാണ് ഇടുക്കം എന്ന് പറയുന്നത്. വീതി കുറവ്, ഇടുക്കം, അങ്ങനെ ചുക്കി ചുരുങ്ങിയിരിക്കുന്ന നില.
അത് കാരണം വികസിത രൂപത്തിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല. എത്രയോ യുദ്ധം ചെയ്ത അർജുനന് ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ എന്താ ഇത്ര വലിയ വിശേഷം? ശത്രുക്കളല്ലേ അവർ, പരസ്പരം ശത്രുക്കളല്ലേ അവിടെ അടിനിരന്നിരിക്കുന്നത്. ആ ശത്രുക്കളെ അതേ രൂപത്തിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ, പിന്താങ്ങിക്കൊണ്ടാണല്ലോ പിന്നെ വല്ലവരും വന്നിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഭീഷ്മൻ പ്രതിദിനം പടക്കളത്തിൽ വന്ന് ചെയ്തതെന്താ? ശത്രുസേനയെ കണ്ടമാനം കൊന്നൊടുക്കി. ചില ദിവസം ഭീഷ്മൻ്റെ പരാക്രമം കണ്ട് യുധിഷ്ഠിരനടക്കം വിഷമം തോന്നി. യുധിഷ്ഠിരൻ നേരിട്ട് ചെന്ന് ചോദിക്കുക, മുത്തശ്ശ, അങ്ങ് അമ്പും വില്ലുമായി കുരുക്ഷേത്രത്തിൽ രണഭൂമിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. അതുകൊണ്ട് അങ്ങയെ തട്ടി താഴ്ത്തിടാൻ എന്താ വഴി എന്ന് സ്വയം ചോദിച്ച ആളാണ് ഈ യുധിഷ്ഠിരൻ. അതിന് തക്ക മറുപടിയും പറഞ്ഞു കൊടുത്തു. എനിക്കൊരു വ്രതമുണ്ട്, ആ വ്രതം ഞാൻ നപുംസകമായിട്ടുള്ളവരോട് പൊരുതില്ല. നിങ്ങളുടെ പക്ഷത്തിൽ ശിഖണ്ഡി ഒരു മഹാരഥിയുണ്ട്, പക്ഷേ നപുംസകമാണ്. അതിൻ്റെ പേരിൽ ആ ആൾ എൻ്റെ മുൻപിൽ വന്ന് നിന്നാൽ ഞാൻ അമ്പും വില്ലും താഴ്ത്തു വയ്ക്കും. ഈ ഒരു പൊള്ളത്തം മനസ്സിലാക്കി അർജുനനോട് ശിഖണ്ഡിയെ മുൻപിൽ നിർത്തി എന്നോട് യുദ്ധം ചെയ്യാൻ പറയൂ. ശിഖണ്ഡിയെ കണ്ടാൽ ഞാൻ അമ്പും വില്ലും താഴ്ത്തു വയ്ക്കും. ആ സമയത്ത് അർജുനന് എന്നെ അമ്പ് ചെയ്ത് തട്ടിയിടാൻ സാധിക്കുന്നു. അപ്പം അവിടെ വന്നിട്ടുള്ളവരെല്ലാവരും പടപൊരുതാൻ ശത്രുക്കളെ കൊന്നൊടുക്കാൻ വന്നിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്ന് അർജുനൻ ഒരു മൗഢ്യമോ തളർച്ചയോ അമ്പും വില്ലും താഴത്ത് വെച്ച് ഇരിക്കേണ്ട ഗതിയോ വന്നപ്പോൾ ആ ഗതിയുടെ പിന്നിൽ ഈ കാർപ്പണ്യം എന്ന് പറയുന്ന ദോഷമല്ലാതെ വേറെ എന്താ കാരണം? ആ കാർപ്പണ്യദോഷം പിടിപെട്ട് എനിക്ക് വേണ്ടതുപോലെ കർത്തവ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്നെ പറഞ്ഞ് മനസ്സിലാക്കണം ശ്രേയസ് എന്താണെന്ന്, എൻ്റെ ദുഃഖം തുടച്ചു നീക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പുറപ്പെട്ടത്. ആ ഒരു ഭാഗം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വരണം. ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയത് എന്താ? ആദ്യമായി നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ നജൈവന ഭവിഷ്യാമഹ സർവേ വയമതഃപരം എന്ന് പറഞ്ഞു കൊടുത്തു. എന്താ അതിനർത്ഥം? ഒരു കാലത്തും നമ്മൾ ഇല്ലാതിരുന്നിട്ടില്ല, ഒരു കാലത്തും ഇല്ലാതെ ആകയുമില്ല. ഇപ്പോഴുണ്ടല്ലോ, അതിനെപ്പറ്റി സംശയമില്ലല്ലോ. അതേമാതിരി എൻ്റെ അർജുന, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഭാനികേതനിലെ, നിങ്ങൾ ആരും ഒരു കാലത്തും ഇല്ലാതെ ഇരുന്നിട്ടില്ല, ഇനി ഇല്ലാതെ ആകാനും പോകുന്നില്ല. നമ്മുടെ നിൽപ്പ് തന്നെയാണ്, അത് ശാശ്വതമാണ്. അതിനൊരു തരത്തിലും മാറ്റം വരാൻ പോകുന്നില്ല, മാറ്റം അടിച്ചേൽപ്പിക്കാനും പറ്റില്ല. അങ്ങനെയുള്ള ഒരു ശാശ്വതമാണ്, അങ്ങനെയുള്ള ഒരു ശാശ്വത വ്യക്തിത്വമാണ് നമുക്കുള്ളതെന്ന് നിങ്ങൾ ഉറപ്പിച്ചാൽ പ്രപഞ്ചത്തിലുള്ള സർവ്വ ദുരിതങ്ങളും ആ ഒരൊറ്റ വിചാരത്തിലും അറിവിലും വെളിച്ചത്തിൻ്റെ മുൻപിൽ ഇരുട്ടെന്ന പോലെ മാഞ്ഞു പോകാനുള്ളതേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ ഭൗതികമായ ഒരു ശരീരമല്ല. ശരീരമാണെങ്കിൽ പ്രാണൻ അവിടെ സ്പന്ദിക്കില്ല, രക്തസഞ്ചാരം ഉണ്ടാവില്ല, ചൂട് നിലനിൽക്കില്ല, മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കില്ല. ശരീരമല്ലാത്ത ഒരു വ്യക്തിത്വം ശരീരത്തിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് സംവേദനക്ഷമത, കോഗ്നീഷൻ എന്ന് പറയുന്നത് നടക്കുന്നത്. അത് നല്ല പോലെ മനസ്സിലാക്കണം. അപ്പം നമ്മളെല്ലാവരും വാസ്തവത്തിൽ ദിവ്യമായ ശാശ്വതമായ ഒരു സാന്നിധ്യത്തെ പേറി നടക്കുന്നവരാണ്. അതിനെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് പാഞ്ചഭൗതികമായ ഒരു ശരീരമുണ്ടായിട്ടുള്ളത്. പഞ്ചഭൂതങ്ങൾ മുഴുവൻ ജഡമാണ്. പാഞ്ചഭൗതിക സൃഷ്ടി മുഴുവനും അതേമാതിരി ജഡം തന്നെ. ആ ജഡസൃഷ്ടിയിൽ എന്തെങ്കിലും മറ്റൊന്നുണ്ടെങ്കിൽ അതാണ് ഉള്ളിലുള്ള ചേതന, സാന്നിധ്യം. അത് പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ട് ഈ അറിവും വെച്ചുകൊണ്ട് വ്യവഹരിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന വിഷമങ്ങൾ മുഴുവൻ എങ്ങനെ നേരിടും എന്ന ചോദ്യത്തിന് സൂത്രരൂപത്തിൽ സമഗ്രമായ ഒരു മറുപടി നൽകുകയാണ് കൃഷ്ണൻ. ആ മറുപടിയാണ് ആ ഒരു ശ്ലോകം. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഃ ആഗമാ പായിനോ അനിത്യാഃ താൻ തിദിക്ഷസ്വ ഭാരത. ആ ഒരൊറ്റ ശ്ലോകം കൊണ്ട് ജീവിതത്തിനൊരു വിവരണം നൽകി. ഒരു ശ്ലോകം കൊണ്ടല്ല, അതിലത്തെ ആദ്യത്തെ വാക്കുകൊണ്ട് 4 അക്ഷരം കൊണ്ട് മാത്രാ സ്പർശാഃ.
നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം, ഈ ലോകം ജഡമാണ്, മൂകമാണ്. ഖരവസ്തു എന്ന് പറയുന്ന ഭൂമിയുണ്ട്, ദ്രവം എന്ന് പറയുന്ന വെള്ളമുണ്ട്, വാതം എന്ന് പറയുന്ന ബാഷ്പം എന്ന് പറയുന്ന ആവി രൂപത്തിലുള്ള വായുവുണ്ട്. ഇത് മൂന്നെണ്ണാണ് വസ്തുക്കളുടെ വകഭേദങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ അഗ്നി ഊർജമാണ്. ആകാശത്തെപ്പറ്റി ചോദിച്ചാലോ അത് രണ്ടുമല്ലാത്തതോ രണ്ടും കൂടിയതോ അതിനപ്പുറത്തുള്ളതോ ആണ്. ഈ 5 ഭൂതങ്ങൾ അടങ്ങുന്നതാണ് സൃഷ്ടിവിശേഷം ഒട്ടാകെ ഒട്ടാകെ ഒട്ടാകെ. ആ സൃഷ്ടി മുഴുവനും ജഡമായിരിക്കെ ഈ ലോകം നമ്മുടെ മുൻപിൽ പരിലസിക്കുന്നുണ്ടെങ്കിൽ ആ പരിലസനം ലോകത്തിൻ്റെ മെടുക്കുകൊണ്ടോ അതോ നമ്മുടെ കഴിവുകൊണ്ടോ എന്ന് നിങ്ങൾ ഇപ്പം ആലോചിച്ച് മറുപടി പറയണം. ഈ ലോകത്തിനെ കാണാൻ കണ്ണും മൂക്കും ചെവിയുമുള്ളതായ ജീവജാലങ്ങൾ ഇല്ലെങ്കിൽ ഈ ലോകമുണ്ടെന്നോ അതിനെ ഉണരുക എന്നൊരു സ്ഥിതിയോ എപ്പോഴെങ്കിലും സംഭവിക്കുമോ? സംഭവിക്കില്ല. അപ്പം ഈ ലോകത്തെ ഉണർത്തി തരുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. ആ ഇന്ദ്രിയങ്ങൾ വേണ്ടതുപോലെ വിനിയോഗിക്കുന്നത് നമ്മുടെ മനസ്സാണ്. മനസ്സിന് ദിശ നൽകുന്നതാകട്ടെ ബുദ്ധിയാണ്. ഈ സംവേദനങ്ങളെ മുഴുവൻ ക്രോഡീകരിച്ച് നിലനിർത്തി പോരുന്നതാണ് നമ്മുടെ അഹങ്കാരം. അങ്ങനെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്ന മൂന്നും കൂടിയതാണ് നമ്മുടെ ആന്തര വ്യക്തിത്വം, അതിസൂക്ഷ്മമായ ആന്തര വ്യക്തിത്വം. നമ്മുടെ വ്യക്തിത്വം ഒരു സംഘാതമാണ്. ആ സംഘാതത്തിൽ ബാഹ്യമായ ഈ ശരീരം, ദി എക്സ്റ്റേണൽ ഗ്രോസ് ബോഡി ഈസ് ഓൺലി വൺ കൗണ്ടർ പാർട്ട്. There is another counterpart. That counterpart is the internal one, consisting of the mind, intelligence and ego. ഇത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. ആരും പറയുന്നില്ല, അറിയുന്നുമില്ല ഞാൻ ശരീരമാണെന്ന്. എനിക്കൊരു ശരീരമുണ്ടെന്നേ പറയുന്നുള്ളൂ. അപ്പം എനിക്ക് ശരീരമുണ്ടെങ്കിൽ ആ ഉണ്ട് എന്ന് നമ്മൾ ഉണരുന്നതും പറയുന്നതും ആരാ? ശരീരമല്ലാത്ത ഉൾഘടകം, സാന്നിധ്യം. അതിൻ്റെ പ്രകടന രൂപമാണ്, പ്രവർത്തന രൂപമാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പം ഇന്ദ്രിയങ്ങളെ വിനിയോഗിച്ച് ഈ ലോകത്തെ കാണുന്നതും ഗ്രഹിക്കുന്നതും നമ്മളാണ്. നമ്മൾ കാണുന്നത് പോലെ ഈ ലോകം നമ്മെ കാണുന്നില്ല. പ്രതിദിനം സൂര്യൻ ഉദിക്കുന്നു. 145 ദശലക്ഷം കിലോമീറ്റർ ദൂരെയാണ് സൂര്യൻ്റെ ഉദയം നടക്കുന്നത്. അവിടെ ഉദയ്ക്കുന്ന ആ സൂര്യനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ ഒരു റിഫ്രാക്റ്റഡ് രൂപമാണ് നമ്മുടെ കണ്ണിൽപ്പെടുന്നത്. അങ്ങനെ വരുന്ന സൂര്യൻ പോലും നമ്മുടെ അടുക്കിലേക്ക് വരുന്നുണ്ടോ? ഇല്ല. നാം അങ്ങോട്ട് പോകുന്നുണ്ടോ? ഇല്ല. ആ സൂര്യനിൽ നിന്ന് വരുന്ന കിരണങ്ങൾ, പ്രകാശകിരണങ്ങൾ നമ്മുടെ കൃഷ്ണമണിയിൽ വന്ന് തട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു രൂപം മനസ്സിൽ പതിയുന്നത്. അപ്പോൾ നമ്മുടെ കൃഷ്ണമണിയും നമ്മുടെ മനസ്സും രണ്ടും കൂടി അണയ്ക്കുന്നതാണ് സൂര്യൻ്റെ ദർശനം, സൂര്യൻ്റെ ഒരു പ്രതിച്ഛായ നമ്മുടെ മനസ്സിൽ. മനസ്സാണ് ഈ പ്രതിച്ഛായ ഉണ്ടാക്കുന്നത്, മനസ്സാണ് അതിനെ ഗ്രഹിക്കുന്നത്. അപ്പോൾ സൂര്യദർശനത്തിൽ സൂര്യൻ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? ഇല്ല. നമ്മുടെ കണ്ണിനാണ് സ്ഥാനം. കണ്ണിപ്പോൾ സൂര്യനെ കാണാൻ പോകുന്നില്ലെങ്കിൽ സൂര്യനെ കാണില്ല ആരും. എല്ലാവരും ഒരുമിച്ച് ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ് ഒരുപോലെയുള്ള ലോകത്തെ നാം കാണുന്നത്. അങ്ങനെ മാത്രകളും സ്പർശങ്ങളും കൂടിച്ചേരുന്നതാണ്. ഈ ഇന്ദ്രിയങ്ങൾക്കെല്ലാം സ്പർശമുണ്ടാവണം, അപ്പോഴേ അനുഭവമുള്ളൂ. ശബ്ദം കർണപുടത്തിൽ വന്ന് തട്ടണം. വാസന മൂക്കിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് നുഴഞ്ഞു കയറണം. രുചിയാണെങ്കിൽ നാവിൻ്റെ മുകളിൽ എത്തണം. സ്പർശമാണെങ്കിൽ ത്വക്കോടുകൂടി ചേരണം. അങ്ങനെ ഇന്ദ്രിയങ്ങളോടുകൂടി സ്പർശമുണ്ടായാലേ നമുക്ക് അനുഭവം ഉണ്ടാവുള്ളൂ. അതാണ് മാത്രാസ്പർശങ്ങൾ എന്ന് പറഞ്ഞത്. ഈ മാത്രാസ്പർശങ്ങൾ എപ്പോഴെല്ലാം നടക്കുന്നുണ്ടോ അപ്പോഴെല്ലാം സുഖമോ ദുഃഖമോ അനിവാര്യമായി നമുക്ക് അനുഭവപ്പെടും. ഒന്നുകിൽ സുഖമില്ലെങ്കിൽ ദുഃഖം. ഇത് ഇന്നലെ ഞാൻ വിവരിച്ചു, ഇനിയും പറയാം. ഒന്നുകിൽ സുഖം ഇല്ലെങ്കിൽ ദുഃഖം, ഒന്നുകിൽ ദുഃഖം ഇല്ലെങ്കിൽ സുഖം. ഇവ പാരസ്പര്യമുള്ളവയാണ്. രണ്ടും കൂടി ചേർന്നിട്ടാണ് അതിനെ ദ്വന്ദ്വം എന്ന് പറയുന്നത്. ഈ ലോകം മുഴുവനും ഇങ്ങനെയുള്ള ദ്വന്ദ്വങ്ങളുടെ സമാഹാരമാണ്. പുരുഷൻ സ്ത്രീ, രാ പകൽ, ലാഭം നഷ്ടം, അകം പുറം, സ്ഥൂലം സൂക്ഷ്മം.
ഇങ്ങനെ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ദ്വന്ദ്വങ്ങളിൽപ്പെട്ടതാണ്. ഈ രണ്ടെണ്ണം കൂടിച്ചേർന്നാലേ ദ്വന്ദ്വമാവുള്ളൂ. ആ രണ്ടും പരസ്പര വിരോധങ്ങളാണ്, പരസ്പരം വിപരീതങ്ങളാണ്. ആ വിപരീതങ്ങളിൽപ്പെട്ട ദ്വന്ദ്വങ്ങളിൽപ്പെട്ടതാണ് ഈ സുഖവും ദുഃഖവും. എപ്പോഴൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങളും ലോകവസ്തുക്കളും തമ്മിൽ ഒരു സ്പർശം നടക്കുന്നുവോ ആ സ്പർശത്തിൻ്റെ പരിണത ഫലമാണ് നമുക്കുണ്ടാവുന്ന സുഖമോ ദുഃഖമോ. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ എന്ന് പറഞ്ഞാൽ, സുഖവും ദുഃഖവും അല്ലാതെ മൂന്നാമതൊരു അനുഭവം നമുക്കിതിലില്ല. ഒരു ഇന്ദ്രിയം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിലും സുഖദുഃഖങ്ങൾ ഉണ്ടാവും. 5 എണ്ണം പ്രവർത്തിച്ചത് കൊണ്ട് സുഖദുഃഖങ്ങൾ കൂടുന്നില്ല, അപ്പോഴും സുഖമോ ദുഃഖമോ ഉണ്ടാകുന്നുള്ളൂ. ഈ സുഖദുഃഖ രചന നടക്കുന്നതും അനുഭവിക്കുന്നതും ശരീരത്തിലോ നമ്മുടെ തൊലിപ്പുറമോ അല്ല, ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്സ് എന്ന് പറയുന്ന തലത്തിലാണ് ഈ അനുഭവം നടക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും എത്ര വിശാലമായാലും അസംഖ്യമായാലും അനന്ത ദൂരങ്ങൾ ഉൾക്കൊള്ളുന്നതായാലും ഇവയെല്ലാം കൂടി നമുക്ക് രചിക്കാൻ പോകുന്നത് വെറും 5. ഇത് നിങ്ങളുടെ തലയിൽ കയറിയോ? ഉവ്വോ. ഈ ലോകം മുഴുവനും 5. ഈ 5 നിങ്ങൾ വേണമെന്ന് പറഞ്ഞാലും വേണ്ടാന്ന് പറഞ്ഞാലും ഉണ്ടാവും. They irresistibly get formed when your senses come into contact with the objects of the world. You have no option in the matter. It is an irresistible outcome, irresistible result. അപ്പോൾ ഈ ലോകത്തിന് ബഹുമുഖമായി അനന്തമായി അനേകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിനും പ്രപഞ്ചവസ്തുക്കൾക്കും നമ്മളെ സമീപിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന അനുഭവം വെറും 2 കൂട്ടരെ. 2. ആ 2 നമ്മുടെ മനസ്സിൽ സമീകരിച്ചെടുത്തു എന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നിന്നുണ്ടാവുന്ന വിഷമങ്ങൾക്ക് മുഴുവനുള്ള പരിഹാരമായി. മനസ്സിലാവുന്നുണ്ടോ ഈ കണക്ക്? ഉവ്വ. എന്താ അവർ മിണ്ടാതെ? മനസ്സിലാവുന്നുണ്ടോന്ന്? അപ്പം ഈ പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ എന്താ? എന്ത് നിറത്തിലുള്ള സാരി വേണമെങ്കിൽ ഉടുത്തോളൂ, എത്ര ആഡംബരങ്ങളുള്ള വീട്ടിൽ വേണമെങ്കിൽ ഇരുന്നോളൂ, എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്കുണ്ടാവാൻ പോകുന്ന അനുഭവം വെറും 2. ആ 2 എണ്ണം വിപരീതങ്ങളാണ്. ഒന്ന് പോയി വേറെ ഒന്ന് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അതിനെ ആഗമാപായി എന്ന് മുദ്ര കുത്തുന്നത്, വന്നു പോകുന്നത്. ആഗമാപായി ആയതുകൊണ്ട് അത് അനിത്യമാണ്. അനിത്യമായതുകൊണ്ട് എന്തു വേണം? അത്ര വലിയ വിലയൊന്നും കൊടുക്കാതെ അതിനെ സഹിച്ചു കളയാന്നാണ് കൃഷ്ണൻ പറയുന്നത്. താൻ തിദിക്ഷസ്വ ഭാരത. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇതാണ് ജീവിത വാസ്തവം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും സുഖത്തിന് വേണ്ടി പരിശ്രമിക്കണമോ? എനിക്ക് 1ാം ക്ലാസ്സിൽ പോയി പഠിപ്പിക്കുക നല്ലത്. ആരെങ്കിലും സുഖത്തിന് വേണ്ടി പരിശ്രമിക്കണമോ? പരിശ്രമിച്ചത് കൊണ്ട് സുഖം ഉണ്ടാവേ ഇല്ലാതെയാവേ ഉള്ളത് കൂടുകയോ ചെയ്യോ? ദുഃഖമില്ലാതെ ഇരിക്കാൻ പരിശ്രമിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പം കയ്യും വീശി സുഖമായിട്ട് ജീവിച്ചൂടെ? എന്താ നിങ്ങൾക്ക് തടസ്സം? ഇന്ന് മുതൽക്ക് നിങ്ങൾക്ക് ജീവിതം അനായാസമാകണം. അനായാസം. ഇവിടെ പ്രയത്നിച്ച് സമ്പാദിക്കാനായി എനിക്കൊന്നുമില്ല. ഉള്ളത് ഞാൻ എന്തു തന്നെ പരിശ്രമിച്ചാലും മാറാനും പോകുന്നില്ല. ആഗമാപായി, അനിത്യം. അതിനാൽ അവയെ സ്വീകരിച്ച് സമീകരിച്ച് ആത്മസാത്കരിച്ച് കഴിയുക. ഇതാണ് കൃഷ്ണൻ പറയുന്നത്. നോക്കൂ, ഭാരതീയ തത്വചിന്തയുടെ പാരമ്യത, അതിൻ്റെ അതിസൂക്ഷ്മ സ്വഭാവം കവച്ചു വയ്ക്കാനോ വെട്ടിത്തിരുത്താനോ പറ്റാത്തതായ ഒരു പാരമ്യതയുണ്ടതിന്. അതാണ് ഇവിടെ കാണുന്നത്. ഈ ചിന്താഗതി കൃഷ്ണൻ്റെ കാലത്ത് ഉടലെടുത്തതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അദ്ദേഹം പറയുന്നത് കഠോപനിഷത്തിലും മറ്റുമുള്ള സത്യങ്ങളാണ്. അതിവിടെ കാണാം, ഈ ഭഗവത്ഗീതയിൽ കാണാം. തത്വദർശികളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ സംസാരിക്കുന്നത്. അപ്പം അദ്ദേഹം പുതിയതായിട്ട് കണ്ടുപിടിച്ചു എന്ന് പറയേണ്ട, പറയുന്ന രീതി അദ്ദേഹത്തിൻ്റെയാണ്. അതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നത് രീതി എൻ്റെ ആകാം, എൻ്റെ ഗവേഷണത്തിൻ്റെ പരിണത ഫലമാകാം പലതും ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ സത്യം ഈ രാജ്യത്തിൽ പണ്ടേ മുതൽക്കുണ്ടായിരുന്നു. സുഖമുണ്ടായിരുന്നില്ലേ, ദുഃഖമുണ്ടായിരുന്നില്ലേ ശ്രീകൃഷ്ണൻ പറയുന്നതിന് മുൻപ്? ഈ സുഖദുഃഖങ്ങളെ പറ്റി എന്താ പറയാനുള്ളത്? യം ഹിന വ്യഥയന്ത്യേതേ
പുരുഷം പുരുഷർഷഭ സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. ഈ സുഖദുഃഖങ്ങളെ സഹിക്കുക എന്ന് പറഞ്ഞു. എങ്ങനെയാണ് സഹിക്കുക? അറിവ് കൊണ്ടേ സഹിക്കാൻ പറ്റൂ. ഇത് സഹിക്കാനായിട്ടൊരു ബലം വേണ്ട, ഒരു പ്രത്യേക വൈറ്റമിൻ്റെ സഹായമൊന്നും വേണ്ട ഇതിന്. ഈ സുഖദുഃഖങ്ങളെ തന്നെ ജീവിതാനുഭവങ്ങളാണ്, അനിവാര്യങ്ങളാണ്, ഇന്ദ്രിയങ്ങൾ രചിക്കുന്നതാണ്, മനസ്സിലാണ് രൂപപ്പെടുന്നത്. ആ മനോമേഖലയിൽ മാത്രം എല്ലാ ഇന്ദ്രിയ സ്പർശങ്ങളും കൂടി ഉണ്ടാക്കുന്ന രണ്ട് അനുഭവ വിശേഷങ്ങളാണ് എന്നിങ്ങനെ വിശകലനം ചെയ്ത് വിചാരം ചെയ്ത് നിർണയിച്ച് അവിടുന്ന് അങ്ങോട്ട് ഓർമ്മ വയ്ക്കേണ്ടതാണിത്. ഇത് തികച്ചും ബുദ്ധിജന്യമാണ് ഈ കണ്ടുപിടുത്തം, ബുദ്ധിജന്യമാണ് ഈ ശാസ്ത്രചിന്ത. നമ്മുടെ മനസ്സിനോ മൂക്കിനോ കണ്ണിനോ ഒന്നും ചിന്തിക്കാൻ പറ്റാത്തത് അറിയാനുള്ള ബുദ്ധിയെ മാത്രം പ്രയോഗിച്ച് വിശകലനം ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. എപ്പോഴൊരിക്കൽ കൃഷ്ണൻ മരണത്തെക്കുറിച്ച് അപഗ്രഹിച്ച് ഉദ്ബോധിപ്പിക്കാൻ തുടങ്ങിയോ, വികാര വിക്ഷുബ്ധനായിരിക്കുന്ന അർജുനൻ പെട്ടെന്ന് വിചാരശോഭിതനായി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? വികാരവിക്ഷുബ്ധനായിരുന്നു ആ ആൾ. അതേ ഇരിപ്പിൽ വിചാരദീപ്തനായി, വിചാരപ്രഭയായി. മനസ്സിൽ നിന്ന് അർജുനൻ്റെ നില ബുദ്ധിതലത്തിലേക്ക് അങ്ങോട്ട് മാറി. ഇതായിരുന്നു ആവശ്യം. നിങ്ങൾ എപ്പോൾ കഷ്ടപ്പെടുന്നു ആ കഷ്ടപ്പാടിനെ വിട്ടുകളയരുത്. ഞാൻ എങ്ങനെ കഷ്ടപ്പെടുന്നു, എന്താണ് കഷ്ടപ്പാട്, എവിടെയാണ് ഇതിൻ്റെ നിലനിൽപ്പ് എന്നിങ്ങനെ പരിശോധിച്ച് വിശകലനം ചെയ്ത് നോക്കണം. അപ്പം പറയാണ് യം ഹിന വ്യഥയന്ത്യേതേ. ആരെയാണോ ഈ രണ്ടെണ്ണം, വേറെ അനവധി 200, 220, 300, 20,000 ഇല്ല, ഈ രണ്ടെണ്ണം വന്നു പോകുന്ന സുഖദുഃഖങ്ങൾ, ഇന്ദ്രിയങ്ങളും വസ്തുക്കളും തമ്മിലുള്ള സംസ്പർശം കൊണ്ട് ഉളവാകുന്നതായ സുഖദുഃഖങ്ങൾ ആരുടെ മനസ്സിനെയാണോ ഇളക്കിമറിക്കാതെ ഇരിക്കുന്നത്, ആരാണോ ഇവ രണ്ടിലും കുലുങ്ങാതെ ഇരിക്കുന്നത്, അസ്ഥിരപ്പെട്ടു പോകാതെ ഇരിക്കുന്നത്, പുരുഷം പുരുഷർഷഭ. അതിനുള്ള വഴി എന്താ? സമദുഃഖസുഖം ധീരം. സുഖത്തിനു വേണ്ടി പരിശ്രമിക്കേണ്ടതില്ല, ദുഃഖ നിവാരണത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ട് പ്രയോജനവുമില്ല. രണ്ടും മാറി മാറി വരും. സുഖമാണ് ദുഃഖാനുഭവത്തിന് കാരണം. ഉണ്ടായിരുന്നെങ്കിലേ ആ ദുഃഖം വിട്ടുപോകുന്നതാണ് സുഖം. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ബുദ്ധിപൂർവ്വം മറുപടി പറയും. ഇരുട്ട് എന്നൊന്നുണ്ടോ അവിടെ? ഇരുട്ട് എന്തായി? ഇരുട്ട് പ്രകാശമില്ലായ്മ. അങ്ങനെ ഇരുട്ട് കണ്ണുകൊണ്ട് നോക്കിയിട്ടാണ് പറയണത് ദാ ഇരുട്ട് എന്ന്. ഏത് കണ്ണുകൊണ്ട് നോക്കി ദാ വെളിച്ചം എന്ന് പറയണോ അതേമാതിരി അതേ കണ്ണുകൊണ്ട് നോക്കിയിട്ടാണ് ഇരുട്ട് എന്ന് പറയണേ. അപ്പം കണ്ണുകൊണ്ട് ഏത് വസ്തുവിനെയും നോക്കി കാണണമെങ്കിൽ വെളിച്ചത്തിൻ്റെ സാന്നിധ്യം വേണം. അപ്പോൾ വെളിച്ചം കൊണ്ടുവന്ന് പരിശോധിച്ചാൽ അവിടെ ഇരുട്ടുണ്ടാകുമോ? അപ്പം പിന്നെ എവിടെ ഇരുട്ട്? എവിടെ കൂട്ടരെ ഇരുട്ട്? പരിശോധിച്ചിട്ട് പറയൂ ഇരുട്ടുണ്ടോന്ന്. അപ്പം പ്രകാശത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ തോതാണ് കവിഞ്ഞ ഇരുട്ട്, അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ ഏറ്റവും ചുരുങ്ങിയ തോതാണ് കവിഞ്ഞ പ്രകാശം. ഇവിടെ വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ. അതുമാതിരി ഇവിടെ പരമാത്മാ ഒന്ന് മാത്രമേ ഉള്ളൂ, പരമേശ്വരൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ഈശ്വരനാണ് സ്വയം വെളിപ്പെടുത്താൻ വേണ്ടി സുഖദുഃഖ രൂപത്തിൽ നിങ്ങളിൽ പ്രകാശിക്കുന്നത്. അപ്പം ഇത് കണ്ടുപിടിക്കുക. ഇത് എന്താ വേണ്ടത്? സമദുഃഖസുഖം ധീരം. സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ കണ്ട് സുഖത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ട് കാര്യമില്ല, ദുഃഖം ഇല്ലാതിരിക്കാൻ വേണ്ടി യത്നിച്ചിട്ടും പ്രയോജനമില്ല. രണ്ടും സ്വാഭാവികമായി വരുന്നതാണ്, ഉദിക്കുന്നതാണ്, അസ്തമിക്കുന്നതാണ്, ഉളവായി ഇല്ലാതെയാകുന്നതാണ് എന്നുള്ള വീണ്ടു വിചാരത്തിൻ്റെ മുൻപിൽ സുഖകാംക്ഷികളോ ദുഃഖഭീരുക്കളോ നാം ആവില്ല. രണ്ടിനും തുല്യ സ്ഥാനം നൽകിക്കൊണ്ട് സുഖം വേണമെങ്കിൽ അതിന് മുൻപിലുള്ള ദുഃഖാനുഭവം വേണം. ദുഃഖാനുഭവം ഉണ്ടെങ്കിൽ അപ്പം സുഖം വരും എന്നുള്ളത് തീർച്ചയാണ്. അപ്പം സുഖത്തെ ആനയിക്കുന്ന ദുഃഖം ദുഃഖമല്ല, ദുഃഖത്തിലേക്ക് തള്ളി വീഴ്ത്തുന്ന സുഖം സുഖവുമല്ല. രണ്ടിനോടും എനിക്ക് താല്പര്യമില്ല. അത് രണ്ടും വരട്ടെ പോകട്ടെ, ഞാൻ വരാതെ പോകാതെ അവയ്ക്ക് ആധാരമായി നിന്നുകൊള്ളാം. ലോകത്തിന് രചിക്കാനുള്ളത് സുഖദുഃഖങ്ങൾ മാത്രമാണ്. ആ സുഖദുഃഖങ്ങൾക്ക് ആധാരം നമ്മുടെ വ്യക്തിത്വമാണ്, സാന്നിധ്യമാണെങ്കിൽ ഇവിടെ ലോകം എന്നൊന്നുണ്ടോ?
അതിൻ്റെ സുഖദുഃഖങ്ങൾ നമ്മുടെ സ്വന്തം വ്യക്തിത്വമാണ് ആധാരരൂപത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സുഖദുഃഖ നിർമ്മാതാവാരാ? നമ്മുടെ മനസ്സ്. ലോകത്തിന് എന്താ സ്ഥാനം? മത്തങ്ങ, ഒന്നുമില്ല. ഇതുവരെ നമ്മുടെ തത്വവിചാരം വികസിച്ച് നാം പ്രബലരും പ്രബുദ്ധമതികളുമാകും. ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ. അർജുൻ അതാണല്ലോ സംഭവിച്ചത്. അപ്പോൾ സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം ആണല്ലോ 18ാമത്തത് നടക്കുന്നത്. ഇവിടെ എല്ലാവരും വന്ന് സംസാരിക്കുന്നത് ശ്രീമദ് ഭാഗവതമാണ്. അതൊരു പാരമഹംസ സംഹിതയും മഹാപുരാണവുമാണ്. അതിൽ പല കഥകളും ഉപകഥകളുമുണ്ട്. പല വിധത്തിലുള്ള അവതരണങ്ങളും സംവാദങ്ങളും ചർച്ചകളും ഗവേഷണങ്ങളുമുണ്ട്. ആ ശ്രീമദ് ഭാഗവതത്തിന് വേറെ എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? ഭഗവത്ഗീതയിൽ ഇല്ലാത്തതോ അല്ലാത്തതോ ആയി എന്ന് ചോദിച്ചായില്ല. കേട്ടോളൂ, കേട്ടോളൂ. സുഖമൈന്ദ്രിയകം രാജൻ സ്വർഗേ നരകയേവച ദേഹിനാം യഥാ ദുഃഖം തസ്മാന്നേച്ഛേത തദ്ബുധഃ. 11ാമത്തെ സ്കന്ധത്തിൽ 8ാം അധ്യായത്തിൽ 1ാമത്തെ ശ്ലോകമാണിത്. കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. സുഖമൈന്ദ്രിയകം രാജൻ, അല്ലേ രാജൻ? ഇന്ദ്രിയങ്ങൾ ജനിപ്പിക്കുന്ന സുഖമുണ്ടല്ലോ. സ്വർഗേ നരകയേവച. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോപ്പാ? അതോ ഉറക്കം തൂങ്ങിയളോ? ഒന്ന് മനസ്സിലാക്കിൻ. ഇന്ദ്രിയങ്ങൾ ജനിപ്പിക്കുന്ന സുഖം സ്വർഗത്തിലും നരകത്തിലുമുണ്ടത്രേ. പല ആൾക്കാർക്കും സ്വർഗം കിട്ടണം, സ്വർഗം കിട്ടണം എന്ന് പറയണ്ടല്ലോ. എന്താ അതിന് വിശേഷം? ഒരു വിശേഷവുമില്ല. സുഖമൈന്ദ്രിയകം രാജൻ സ്വർഗേ നരകയേ വച. നരകത്തിലുമുണ്ട്, നരകത്തിലുമുണ്ട് ഇതേമാതിരിയുള്ള സുഖം. നരകം തീരെ മോശമാണെന്ന് വിചാരിക്കരുത്. അവിടെയും നിങ്ങൾ ചെന്നാൽ സുഖദുഃഖങ്ങളായി. നമ്മളാണ് ഈ സുഖദുഃഖങ്ങളെ രചിക്കുന്നത്. ദേഹിനാം യഥാ ദുഃഖം. അവിടെ സുഖമുള്ളതുപോലെ ദുഃഖവുമുണ്ട്. ഇവിടെ ഉള്ളതുപോലെയുള്ള സുഖദുഃഖങ്ങൾ സ്വർഗത്തിലും നരകത്തിലും ഉണ്ടെങ്കിൽ പിന്നെ ഈ ലോകം വിട്ട് അവിടേക്ക് പോകണം എന്നുള്ള വിചാരം ശരിയോ തെറ്റോ? എന്താ മിണ്ടാത്തെ? മിണ്ടരുത്. സ്വർഗം എന്ന് മിണ്ടിപ്പോവരുത്, നരകം എന്ന് മിണ്ടരുത്. ഈ ലോകത്തിലെല്ലാം കൂടി നമുക്ക് കിട്ടാനുള്ളത് സുഖദുഃഖങ്ങൾ മാത്രം. അത് ഇവിടെ ഇതാ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് വിട്ടൊരു നേട്ടം ഒരു ഉപരിലോകത്തുമില്ല. ഇത് വിട്ടൊരു താഴ്ച അധോലോകത്തിലുമില്ല. അപ്പം സർവ്വലോകങ്ങളിലും വെച്ച് പരമോന്നതമാണ്, ശ്രേഷ്ഠമാണ്, സമ്പന്നമാണ്, മികവ് നിറഞ്ഞിരിക്കുന്നതാണ് മനുഷ്യലോകം. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്ഥലത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു വിഭവം ഈ വിശ്വകോശത്തിലില്ല എന്ന് പറഞ്ഞ് ഉറച്ചിരിക്കുവപ്പാ. ഇത് നിങ്ങളുടെ ബുദ്ധിയുടെ പ്രയത്നം കൊണ്ട്, ബുദ്ധിയുടെ തത്വവിചാരം കൊണ്ട് നേടേണ്ടതാണിത്. അപ്പം ബുദ്ധിയുള്ളവരെല്ലാവരും ഇങ്ങനെ ആലോചിക്കണം, ഇങ്ങനെ വിശകലനം ചെയ്യണം, ഇങ്ങനെ പരിശോധിച്ച് നോക്കണം, ഗവേഷണം നടത്തണം. എന്നിട്ട് ഇരുന്ന ഇരിപ്പിൽ അങ്ങനെ ഇരിക്കൂ. എനിക്ക് സ്വർഗം വേണ്ട, നരകത്തെ ഞാൻ ഭയപ്പെടുന്നില്ല. ഈ മനുഷ്യലോകം തന്നെ സർവശ്രേഷ്ഠം. അതിൽ ജനിച്ചവനാണ് ഞാൻ. ആ ജനിച്ചു എന്നുള്ള വസ്തുതയാൽ എനിക്ക് മീതെ ഒന്നുമില്ല, താഴെ ഒന്നുമില്ല. ഞാൻ തന്നെ അങ്ങേയറ്റത്തെ പൂർണ്ണൻ. ഇവിടെ പൂർണ്ണത രചിക്കുന്നത് മനസ്സാണ്, ദാരിദ്ര്യം രചിക്കുന്നത് മനസ്സാണ്. മനോദാരിദ്ര്യമാണ് നിങ്ങളെ പിടിപെട്ടിരിക്കുന്നത്. ബുദ്ധി ദാരിദ്ര്യമാണ് നിങ്ങളെ വലയം ചെയ്യുന്നത്. ആ രണ്ട് ദാരിദ്ര്യത്തെയും തുടച്ചു മാറ്റി നിങ്ങൾ ധനികന്മാരായി വാഴുവപ്പാ. പൂർണ്ണേ മനസ്സി സമ്പൂർണം ജഗത് സർവം സുധാദ്രവൈ. മനസ്സ് പൂർണ്ണമായാൽ ലോകം മുഴുവനും അമൃതം നിറഞ്ഞിരിക്കും. മനസ്സാണ് പൂർണ്ണമാകേണ്ടത്. ഞങ്ങളുടെ ഗുരുദേവ് എൻ്റെ അടുത്ത് ഒരു വാചകം പറയുണ്ടായി. പഴയ കാലത്ത് ഞങ്ങൾ കണ്ടതിന് ശേഷം, ദിസ് വേൾഡ് is jagged and broken to him whose mind is itself jagged and broken. This world is complete and full to him whose mind itself is full. The evil lies in the eyes of the observer. എന്തെങ്കിലും ഒന്ന് നോക്കി ഇത് തീരെ മോശമാണ്, വൃത്തികെട്ടതാണ്, ദൂഷ്യമാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ആ കാണുന്ന ദോഷം എൻ്റെ പൊന്നു കൂട്ടരെ കാണപ്പെടുന്ന വസ്തുവിലല്ല, കാണുന്ന കണ്ണിലും മനസ്സിലുമാണ്.
കാണുന്ന കണ്ണിലും മനസ്സിലുമാണ്. ആരുടെ മനസ്സാണോ തുളഞ്ഞിരിക്കുന്നത്, കീറിയിരിക്കുന്നത്, ചിന്നിച്ചിതറി കിടക്കുന്നത്, അവർക്കാണ് ഈ ലോകം ചിന്നിച്ചിതറിയതായി തോന്നുന്നത്. ആരുടെ മനസ്സാണോ പൂർണ്ണ പുഷ്കലമായി കഴിയുന്നത്, അവർക്ക് ഈ ലോകവും പൂർണ്ണവും പുഷ്കലവുമാണ്. എല്ലാറ്റിനുമുള്ള താക്കോല് നിങ്ങളുടെ മനസ്സ്. മനസ്സ് മനസ്സ് ആ മനസ്സെവിടെ? ശരീരത്തേക്കാൾ സമീപസ്ഥം. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ മനസ്സ് വിധേയമാകൂ. പെറ്റമ്മയ്ക്ക് നിങ്ങളുടെ മനസ്സിനെ കാണാൻ പറ്റില്ല, അച്ഛനും പറ്റില്ല, ഉറ്റ ബന്ധുവിനും പറ്റില്ല, ഭാര്യ ഭർത്താക്കന്മാർക്ക് പറ്റില്ല, കുട്ടികൾക്ക് പറ്റില്ല, പഠിപ്പിക്കുന്ന അധ്യാപകനോ സാധിക്കില്ല. നിങ്ങളുടെ മനസ്സിനെ കാണാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. യുവർ മൈൻഡ് ഈസ് inaccessible to one and all in this creation. It is accessible only to you, none else. My dear souls, understand this fundamental truth and fact of life. ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വം, ഈ തത്വത്തെ നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കൂ. നിങ്ങളുടെ മനസ്സിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാണ്. അതിനെ ദർശിക്കാനോ സ്പർശിക്കാനോ അതിനെ കൈകാര്യം ചെയ്യാനോ വേറെ ഒരാൾക്കും സാധിക്കില്ല. കട്ടവൻ കട്ടു എന്നുള്ള പേരിൽ ജയിലിൽ പിടിച്ചിടാം ആ ആളെ. ജയിലിൽ പിടിച്ചിട്ടത് കൊണ്ട് പിന്നീട് കക്കാൻ പറ്റാതെ കഴിയണമെന്നേ ഉള്ളൂ. മനസ്സിൽ നിന്ന് കളവ് ഇല്ലാതെയാവുന്നില്ല. എനിക്ക് തുറന്നു പറയാം, സ്നേഹപൂർവം പറയാം, വാത്സല്യത്തോടു കൂടി പറയാം, ശക്തിമത്തായി പറയാം, സത്യസന്ധമായി പറയാം. അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ ഒരു പക്ഷേ സ്പർശിക്കാനും കവർന്നെടുക്കാനും ഈ ഭൂമാനന്ദ സ്വാമിജിക്ക് പരിശ്രമിക്കാം, കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും. പക്ഷേ ഇതിന് വഴങ്ങേണ്ടത് നിങ്ങളാണ്, ശ്രോതാക്കളാണ്. പ്രവക്താവിന് വേണ്ടതുപോലെ കേട്ട് കാര്യങ്ങൾ ഗ്രഹിച്ച് ആ സന്ദേശം ഉൾക്കൊള്ളേണ്ടത്. അതിൽ പ്രവക്താവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും നല്ല പ്രവക്താവാണെങ്കിൽ ശ്രോതൃവൃന്ദത്തിൻ്റെ മനസ്സിനെ മുഴുവനും എടുത്ത് എങ്ങോട്ട് കൊണ്ടെത്തിക്കണമോ അങ്ങോട്ട് എത്തിക്കാൻ പ്രവക്താവിൻ്റെ ആ പ്രവചന വൈഭവത്തിന് സാധിക്കും. അവരാണ് പ്രവക്താക്കൾ എന്ന് പറഞ്ഞാൽ. ശ്രോതാക്കളുടെ മനസ്സിനെ മുഴുവനും അവർ ഗ്രസിക്കാൻ അവർക്ക് സാധിക്കണം. ആ ഗ്രസിക്കുന്നത് സത്യത്തിൻ്റെ പേരിൽ, അതിൻ്റെ ശക്തിയുടെ പേരിൽ, മനഃപ്രഭാവത്തിൻ്റെ പേരിൽ. ആ മനസ്സ് എന്ന് പറയുന്നത് ആ ഉടമസ്ഥന് വിട്ടൊരു നിലയതിനുണ്ട്. അപ്പം സത്യം വേണ്ടതുപോലെ പറയുമ്പോൾ ചെവിക്കൊള്ളാതെ നിവൃത്തിയില്ല എന്നുള്ളൊരു നില വന്നു പോണു. അർജുനൻ ഒടിഞ്ഞ് കുഴഞ്ഞ് തൂങ്ങി തകർന്ന് തളർന്ന് അമ്പും വില്ലും വിട്ടിരുന്നപ്പോൾ കൃഷ്ണൻ്റെ വാക്കുകൾ വെറും 64 അക്ഷരങ്ങൾ, ഒരു 24 വാക്കുകൾ. അതങ്ങോട്ട് കേട്ടപ്പോൾ അർജുനൻ്റെ മനസ്സങ്ങോട്ട് മാറി. വിചാരദീപ്തനായി അർജുനൻ. എനിക്ക് അറിയണം, കേൾക്കണം, പറഞ്ഞു തരൂ എന്നായി. എത്ര ഭംഗിയായിട്ടാ തൻ്റെ ഹിതം, തൻ്റെ ആവശ്യം സ്ഫുടമായി പറഞ്ഞിരിക്കുന്നത് അർജുനൻ. അത് സാധിക്കും. സുഖമൈന്ദ്രിയകം രാജൻ സ്വർഗേ നരകയേ വച ദേഹിനാം യദ്യഥാ ദുഃഖം തസ്മാൻ നേച്ഛേത തദ്ബുധഃ. ഈ സമദർശനം തന്നെയാണ് എല്ലാ ദിക്കിലും പറയണത്. എന്താ ഈ സമദർശനം? സാധാരണഗതിയിൽ ഭക്തിഭാഷയിൽ പറയും ഈശ്വരനെ എല്ലാറ്റിലും കാണുമെന്ന്. അതൊരു ഭക്തിഭാഷയാണ്. താത്വികമായി വിചാരപൂർവ്വം പറയുമ്പോൾ ഇതാണ് സമദർശനം. നമ്മുടെ ശരീരം, നമ്മുടെ വ്യക്തിത്വമാണ് ലോകവസ്തുക്കളുമായി സമ്പർക്കം നടത്തുന്നത്. ആ സമ്പർക്കത്തിൽ 2 അനുഭവമേ നമുക്കുണ്ടാവാനുള്ളൂ, സുഖം ദുഃഖം. അത് മനസ്ഥലത്തിലാണ് താനും. അപ്പം ഈ സുഖം രചിക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടുകൂടി, മാധ്യമത്തോടുകൂടി നമ്മുടെ മനസ്സാണിത് രചിക്കുന്നത്. ഈ മനസ്സിൽ തന്നെയാണ് ഈ സുഖദുഃഖങ്ങൾ അസ്തമിക്കാനും പോകുന്നത്. എപ്പോഴാണ് ഈ സുഖദുഃഖങ്ങൾ അസ്തമിക്കുന്നത്? നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ. തസ്മാൻ നേച്ഛേത തദ്ബുധ. സുഖമോ ദുഃഖമോ ഒരിക്കലും അറിവുള്ളവൻ തേടരുത്. സ്വർഗത്തിന് വേണ്ടി കൊതിക്കരുത്, നരകത്തിനെ കുറിച്ച് പേടിക്കരുത്. ഭൂലോകത്തിൻ്റെ സൗന്ദര്യവും സൗഭാഗ്യവും മനസ്സിലാക്കി അതിൻ്റെ ഹസ്തങ്ങളിൽ പൂർണ്ണ മനസ്സോടുകൂടി ഈശ്വര വിശ്വാസ ഭരിതരായി ജീവിക്കുക. ഇതാണ് നമുക്ക് ആവശ്യം.
സമതയാമതയാ ഗുണശാലിനാം പുരുഷരാടിഹയസ് സമലംകൃത. യോഗവാസിഷ്ഠ രാമായണം ത്രേതായുഗത്തിൽ നടന്നതാണ്. അയോധ്യ രാജധാനിയിൽ 16 വയസ്സുള്ള ശ്രീരാമൻ അസ്ത്രശസ്ത്ര വിദ്യ അഭ്യസിച്ചതിന് ശേഷം എനിക്ക് ഒരു തീർത്ഥാടനം നടത്തണം എന്ന് പറഞ്ഞ് അച്ഛനോട് ചോദിച്ചു. അച്ഛൻ അതിന് സന്തോഷത്തോടു കൂടി വഴങ്ങി. അനുയായികളെ എല്ലാവരെയും കൂട്ടി രാമചന്ദ്രൻ വളരെ ഉത്സാഹ നിർഭരനായിട്ടാണ് തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടത്. കാണേണ്ട സ്ഥലങ്ങളെല്ലാം കണ്ടു, സംവദിക്കേണ്ടവരോട് സംവദിച്ചു, മനുഷ്യരുടെ ഹിതാഹിതങ്ങൾ മനസ്സിലാക്കി, ഇംഗിതങ്ങൾ മനസ്സിലാക്കി, എല്ലായിടത്തും ചെന്ന് ചോദിച്ച് അന്വേഷിച്ച് കണ്ടെത്തി പരിശോധിച്ച് നോക്കിയപ്പോൾ ശ്രീരാമൻ്റെ മനസ്സിന് സ്വല്പമെങ്കിലും ഒരു സന്തോഷമോ ഉത്സാഹമോ നൽകുന്നതായിരുന്നില്ല കാഴ്ചകളും സംവാദങ്ങളും മറുപടികളും. കഷ്ടപ്പെട്ട ഉദ്ദേശമൊക്കെ നിർവഹിച്ചു വന്ന രാമൻ പോയ രാമനല്ല. പോയത് അത്യുത്സാഹഭരിതനായി, വന്നതോ അത്യന്തം ദുഃഖിതനായി. തനിക്ക് കുളിക്കാൻ തോന്നണില്ല, ഊക്ക് കഴിക്കാൻ തോന്നണില്ല, അച്ഛനെ പോയി കണ്ട് വന്ദിക്കുന്ന സമ്പ്രദായമില്ല, അമ്മയോട് സംസാരിക്കില്ല, സ്നേഹിതന്മാരോട് മിണ്ടില്ല. വിഷണ്ണനായി ദുഃഖപരവശനായി നിരാശ നിർഭരനായി ഒന്നിലും സ്വല്പമെങ്കിലും ഒരു താല്പര്യവുമില്ലാതെ അങ്ങനെ കൊണ്ട് കഴിഞ്ഞുകൂടാണ്. ആ സമയത്താണ് വിശ്വാമിത്ര മഹർഷി വന്നത്. വിശ്വാമിത്ര മഹർഷിക്ക് അത് അറിയില്ല. ദശരഥൻ വലിയ വാക്കുകളൊക്കെ പറഞ്ഞ് സ്വാഗതം പറഞ്ഞതിന് ശേഷം എന്താ മഹർഷിയെ വന്നേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് വിശ്വാമിത്ര മഹർഷി, ഞാൻ നടക്കുന്ന യാഗം രാവണൻ്റെ ആൾക്കാർ വന്ന് മുടക്കാൻ പരിശ്രമിക്കണു. എനിക്ക് അവരെ വേണമെങ്കിൽ നശിപ്പിക്കാം, പക്ഷേ അത് ഞങ്ങളുടെ ധർമ്മമോ കർത്തവ്യമോ അല്ല. അതുകൊണ്ട് ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുപോയി രാവണൻ്റെ ആൾക്കാരെ നേരിടണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ദശരഥ മഹാരാജാവ് തളർന്നുപോയി. അതേവരെ പറഞ്ഞ സ്വരമൊക്കെ മാറ്റി. അയ്യോ അയ്യോ, എനിക്ക് രാമൻ കണ്ണിലുണ്ണിയാണ്. അവൻ രാജധാനി വിട്ടു പോയാൽ എൻ്റെ പ്രാണൻ പോകും. ഞാൻ പറഞ്ഞയക്കാൻ പറ്റില്ല മഹർഷിയെ. അങ്ങ് വേറെ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ തന്നെ വരാം. അവൻ രണഭൂമി കണ്ടിട്ടില്ല, അസ്ത്രശസ്ത്ര വിദ്യ കൈക്കലാക്കിയിട്ടേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ വസിഷ്ഠ മഹർഷി ഭാഗ്യവശാൽ അടുത്തുണ്ടായിരുന്നു. ഇടപെട്ട് പറഞ്ഞു, മഹാരാജാവേ ഇങ്ങനെ അസംബന്ധം സംസാരിക്കരുത്. വന്നിരിക്കുന്നത് വിശ്വാമിത്ര മഹർഷിയാ. അദ്ദേഹം വളരെ പ്രബലനായ ഒരു ക്ഷത്രിയനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു സന്യാസിയാണ്. ഇത്രനാളും അച്ഛനമ്മമാരുടെ കീഴിൽ വളർന്ന കുട്ടികൾ പ്രായപൂർത്തി വന്നു. ഈ സമയത്താണ് അച്ഛനമ്മമാർ നൽകുന്ന ശിക്ഷണത്തിൽ ഏറെ ഒരു ശിക്ഷണം സജ്ജനങ്ങളിൽ നിന്ന്, മഹർഷിമാരിൽ നിന്ന്, തപോധനന്മാരിൽ നിന്ന് കിട്ടാനുണ്ട്. അതും കൂടി കിട്ടി അങ്ങയുടെ പുത്രൻ കൂടുതൽ ശോഭിക്കുകയുള്ളൂ. അതുകൊണ്ട് സധൈര്യം പറഞ്ഞയക്കൂ, ഒരൊറ്റ വാക്കും എതിര് പറയരുത് എന്ന്. അപ്പോഴാണ് ദശരഥന് തൻ്റെ ഇടം വന്നത്. ശരി, പക്ഷേ ഞാൻ എങ്ങനെ രാമനെ വിളിക്കും? അവൻ എന്നെ വരുന്നില്ല, കാണുന്നില്ല, ആകെ മൊത്തം വിഷണ്ണനാണ്. നോക്കുമ്പോൾ എനിക്ക് ഒരു വിവരവും കിട്ടുന്നില്ല. അപ്പോൾ വസിഷ്ഠ മഹർഷി ചോദിച്ചു, എന്താണതിന് കാര്യം? ഇങ്ങനെയുള്ള വിഷണ്ണത പെട്ടെന്ന് വന്നതോ അതോ എന്തെങ്കിലും സംഭവങ്ങളെ തുടർന്നുണ്ടായതോ എന്ന്. അപ്പോഴാണ് പറഞ്ഞത്, അസ്ത്രശസ്ത്ര വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ തീർത്ഥാടനത്തിന് പോകണം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷത്തോടു കൂടി പറഞ്ഞയച്ചു. ഇതേവരെ അയോധ്യ അതിർത്തികൾക്കുള്ളിൽ കഴിഞ്ഞ എൻ്റെ കണ്ണിലുണ്ണി അയോധ്യ അതിർത്തി വിട്ട് പുറത്തു പോയി നമ്മുടെ ഭാരതം എന്ന് പറയുന്ന ഉപഭൂഖണ്ഡം മുഴുവനും സഞ്ചരിച്ചാൽ അത്രയും കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സ് വികസിതമാകും, മനസ്സിന് കൂടുതൽ ഗാഠതയും ഉത്തുംഗമാനങ്ങളും കൈവരും എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി അയച്ചു. പക്ഷേ തിരിച്ചു വന്ന രാമൻ ആ മാതിരിയുള്ള സന്തോഷത്തോടു കൂടി അല്ല വന്നിരിക്കുന്നത്. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിക്കുമ്പോൾ മിണ്ടില്ല. എനിക്ക് രാമൻ്റെ അടുത്ത് ചെല്ലാനോ ചോദിക്കാനോ പറ്റാത്തൊരു നിലപാടാണ്. ഓഹോ, അങ്ങനെയാ? തീർത്ഥയാത്രയ്ക്ക് പോയതിന് ശേഷമാണോ ഇത് സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ ഇത് വൈരാഗ്യമാണ്. അത് അച്ഛനമ്മമാർക്കോ നിങ്ങൾക്കോ ദേഹത്തിന് ജന്മം നൽകിയവർക്ക് ചികിത്സിക്കാനുള്ളതല്ല. അത് ഞങ്ങളെപ്പോലെയുള്ള മഹർഷിമാർക്കുള്ളതാണ്. അതുകൊണ്ട് വിളിക്കൂ രാമനെ എന്ന് പറഞ്ഞ ആളയച്ചപ്പോൾ രാമൻ വന്ന് മഹർഷിയെ വല്ലവിധവും നമസ്കരിച്ച് അവിടെ ഇരുന്നു. എൻ്റെ പൊന്നു രാമ,
നിൻ്റെ മനസ്സിൻ്റെ വിഷമം എന്ത്? നീ എന്താണ് കണ്ടത്? എന്താണ് നിനക്ക് ഭയം? നിൻ്റെ പ്രതീക്ഷ എന്ത്? ലക്ഷ്യമെന്ത്? ആ കാര്യങ്ങളൊന്നും തുറന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് രാമൻ സംസാരിക്കാൻ തുടങ്ങിയത്. ജിജ്ഞാസുക്കളെ, ഭക്തജനങ്ങളെ, സംസ്കാരപ്രേമികളെ, ധർമ്മകുതുകികളെ, രാമൻ സംസാരിച്ച ആ ഭാഗമുണ്ടല്ലോ, വൈരാഗ്യപ്രകരണം എന്നുള്ള പേരിലാണ് യോഗവാസിഷ്ടത്തിൽ ആദ്യമേ കൊടുത്തിട്ടുള്ളത്. ജഗദ്ദോഷ പ്രകാശം എന്നൊക്കെ അതിൽപ്പെട്ടതാണ്. ഈ ജഗത്തിൻ്റെ ശരിയായിട്ടുള്ള നിലനിൽപ്പെന്ത്, സ്ഥിതി എന്ത്, സമ്പ്രദായം എന്ത്, പോക്കെന്ത്, ഗതി എന്ത് എന്നൊക്കെ വിവരിക്കുന്നതാണ്. എത്ര മധുരമായ കാവ്യത്തിലാണത് എഴുതിയിരിക്കണേന്നറിയോ? ഒക്കെ ഒന്ന് വായിച്ചു നോക്കേണ്ടതാണ്. അതിൽ ആദ്യമേ മുതൽക്ക് എഴുതാൻ വിഷമം വരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാവർക്കും ആവശ്യമുള്ള ഉപശമപ്രകരണം എന്ന് പറയുന്ന പ്രകരണം സംഗ്രഹിച്ചെഴുതിയതാണ് ഇത്തവണ മനഃപ്രശാന്തത എന്ന പേരിൽ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത്. ആദ്യത്തെ ദിവസം ആ പുസ്തകം നിങ്ങളെല്ലാവരും വായിക്കണം. വേണ്ടപ്പെട്ടവർക്ക് ഓരോ കോപ്പി കൊടുക്കും വേണം. നിങ്ങളുടെ മനസ്സ് ത്രേതായുഗത്തിലേക്ക് പാഞ്ഞെത്തുന്നതാണ് അതിലത്തെ അവതരണങ്ങൾ മുഴുവനും. നാം താമസിക്കുന്നത് ഇപ്പോൾ കലിയുഗം തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് നിങ്ങൾക്കറിയാം. ഈ കലിയുഗത്തിൻ്റെ 2 ഇരട്ടിയാണ് ദ്വാപരം, 3 ഇരട്ടിയാണ് ത്രേതായുഗം, അവിടുന്ന് അങ്ങോട്ട് 4 ഇരട്ടിയാണ് കൃതയുഗം. 10 കലിയുഗമാണ് ചതുർയുഗം എന്ന് പറയും. അതിൽ ത്രേതായുഗത്തിൽ നടന്ന സംഭവമാണ് ഈ രാമൻ്റെ ചരിത്രം. അവിടേക്ക് പോയി അന്നത്തെ ജനങ്ങളെക്കുറിച്ചൊന്ന് നോക്കൂ. രാമൻ പറയുകയാണ്, ജനഃകാമാസക്തോ വിവിധ കുകലാചേഷ്ടനപരഃ സദുസ്വപ്നേപ്യസ്മിജ്ജഗതി സുജനോ നാദ്യ സുലഭഃ ക്രിയാ ദുഃഖാസംഗാ വിദുര വിധുര നൂനമഖില ന ജാനേ നേതവ്യ കഥമിഹ ദശ ജീവിതമയീ. ഒന്ന് വായിക്കൂ കൂട്ടരെ. 16 വയസ്സുള്ള രാമൻ നിങ്ങളുടെ കുട്ടികളാണെന്ന് വിചാരിക്കൂ, അല്ലെങ്കിൽ നിങ്ങളാണെന്ന് വിചാരിക്കൂ. ആ രാമൻ കണ്ട കാഴ്ചയും അദ്ദേഹത്തിൻ്റെ തീരുമാനവുമാണ് പറയുന്നത്. കാമാസക്തന്മാരായ മനുഷ്യർ എന്തൊക്കെ ചെയ്യണു എന്ന് പറയാൻ പറ്റില്ല. നാം ഇന്ന് കാണുന്നത് അതല്ലേ? എന്താ ഒരു മിണ്ടാതെ? ഓരോ ദിവസവും പത്രത്തിൽ കാണുന്നത് എങ്ങനെയാ? 3 വയസ്സായ കുട്ടികൾ, 5 വയസ്സായ കുട്ടികൾ, ഇതാ അവിടെ ഇവിടെ 1, 10 എന്തൊക്കെയാ കാണുന്നത് നമ്മളിവിടെ. ഇതൊക്കെ കാമാസക്തിയല്ലേ ഇതിൻ്റെ പിന്നിൽ? ജനക്കാമാസക്തോ വിവിധ കുകലാചേഷ്ടനപരഃ. ഇന്ന അകൃത്യത്തിലേ ചെന്ന് പെടാവൂ എന്നില്ല. സദുസ്വപ്നേപ്യസ്മി ജഗതി സുജനോ നാദ്യ സുലഭഃ. മഹർഷേ, സ്വപ്നത്തിൽ പോലും എനിക്കൊരു നല്ല മനുഷ്യനെ കാണാൻ പറ്റുന്നില്ല. ക്രിയാ ദുഃഖാസംഗാ വിദുര വിധുര. എന്ത് പ്രവൃത്തിക്ക് പുറപ്പെട്ടാലും ആ പ്രവൃത്തി പല വിധത്തിലുള്ള സങ്കീർണതകളുള്ളതാണ്. ഒന്നും ചെയ്ത് മുഴുവനാക്കാൻ പറ്റിയ അന്തരീക്ഷമല്ല. ഇപ്പം ഇന്ന് പറയുകയാണെങ്കിൽ കറപ്ഷൻ കറപ്ഷൻ കറപ്ഷൻ, എല്ലാറ്റിനും കറപ്ഷനാണ് അവിടെ. എങ്ങനെയാ കഴിഞ്ഞുകൂടുക? ന ജാനേ നേതവ്യ കഥമിഹ ദശ ജീവിതമയീ. ഈ ജീവിതം എന്ന് പറയുന്ന ദശയെ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് എനിക്ക് അറിയുന്നില്ല. അങ്ങനെ ശ്രീരാമന് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ കൊച്ചുകുമാരൻ എന്തു പറയണമെന്നറിയാമോ നിങ്ങൾക്ക്? രാമൻ പറഞ്ഞു നിർത്തുകയാണ്. എങ്ങനെയാ നിർത്തണേ? മഹർഷേ, ഇതാണ് എൻ്റെ മനസ്സിൻ്റെ സ്ഥിതി. ഇതുപോലെയുള്ള മനസ്ഥിതിയും ഈ ദുർഘടവും പണ്ട് കാലത്ത് വല്ലവർക്കും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് തീർക്കാൻ വല്ല വ്യവസ്ഥയും ഉണ്ടായിരുന്നോ? ആരെങ്കിലും അത് പ്രയോഗിച്ചോ? ആ കാര്യത്തിനെക്കുറിച്ച് അങ്ങയ്ക്ക് അറിയാമോ? അറിയുമെങ്കിൽ എനിക്ക് പറഞ്ഞു തരുമോ? തന്നാൽ എനിക്ക് ഗ്രഹിക്കാൻ പറ്റുമോ? പ്രയോഗിക്കാൻ പറ്റുമോ? എന്നിട്ട് എൻ്റെ ദുഃഖസ്ഥിതി മാറ്റിയെടുക്കാൻ സാധിക്കുമോ?
ഇതിന് ഏതെങ്കിലും ഒരു ചോദ്യത്തിനുള്ള മറുപടി അല്ല ഇല്ല എന്നാണെങ്കിൽ ഈ രാമൻ ന ഭോക്ഷ്യേ ന പിബാമ്യംബൂ. കേൾക്കുന്നുണ്ടോ കൂട്ടര്? ഒന്ന് കേൾക്കിനപ്പാ. ഞാൻ ഇതാണ് പറയണത്, കാത് കടം മേടിച്ച് കേൾക്കണം. ന ഭോക്ഷ്യേ, ഞാൻ ഭക്ഷണം കഴിക്കില്ല. ന പിബാമ്യംബൂ, വെള്ളം കുടിക്കില്ല. നാഥപരിദധേംബരം, ഞാൻ വസ്ത്രം ധരിക്കില്ല. ശരീരം എങ്ങനെയെങ്കിലും വീണാൽ മതി എന്ന് മാത്രമേ വിചാരിക്കുള്ളൂ. ചിത്രത്തിലെഴുതിയ, ചുമരിലെഴുതിയ ചിത്രം പോലെ ഈ രാമൻ മിണ്ടാതെയിരിക്കും എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. വസിഷ്ഠ മഹർഷിയുടെ വാക്കുകൾ വാൽമീകി മഹർഷി, ബയോഗ്രഫിക്കൽ രാമായണം എഴുതിയ വാൽമീകി മഹർഷി ശ്രീരാമൻ്റെ 16-ാം വയസ്സിൽ നടന്ന അധ്യാത്മ സംവാദത്തെയും വേണ്ടതുപോലെ കുറിച്ചിരിക്കുന്നു. അതിലുമുണ്ട് ആ കാവ്യമാധുര്യം, കാവ്യമഹിമ. ഇത്യുക്തവാൻ അമലശീതകരാഭിരാമോ രാമോ മഹത്തര വിചാര വികാശി ചേതാ തൂഷ്ണീം ബഭൂവ പുരതോ മഹതാം ഘനാനാം കേകാരവശ്രമവശാദിവ നീലകണ്ഠ. വാൽമീകി ഇങ്ങോട്ട് വരൂ, ഞാൻ ഒരു സമ്മാനം തരാം. അത്ര നന്നായിട്ടുണ്ട് ഈ എഴുതിയിട്ടുള്ളത്. ഇത്യുക്തവാൻ അമലശീതകരാഭിരാമോ. ചന്ദ്രരശ്മികളെ പോലെ സൗന്ദര്യമുള്ള ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞു. ഏതുപോലെ പറഞ്ഞു? മേഘങ്ങളെ കണ്ട് സന്തോഷം തോന്നി. മഴ പെയ്യാൻ അല്പനിമിഷങ്ങളെ ബാക്കിയുള്ളൂ എന്ന സമയത്ത് മയിലുകൾ ഭംഗിയായി ആടി തകർക്കുന്നത് പോലെ തൻ്റെ മുഖത്തിൽ നിന്ന് പുറപ്പെട്ടത് മുഴുവൻ കേകാരവ തുല്യമുള്ള ശബ്ദമാണ്. അത് ആരുടെ മുൻപിൽ? ജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരം, ഘനം ആണ് ഈ കാണുന്ന മഹർഷിമാരെല്ലാം. വിശ്വാമിത്രൻ, വസിഷ്ഠൻ, വാൽമീകി, അവരെല്ലാവരും മുൻപിലുണ്ട്. അവരൊക്കെ ഈ മേഘങ്ങളെ പോലെയാ. മേഘം എന്തു ചെയ്യും? മഴ പെയ്യും. അതുപോലെ അവർ വായ തുറന്നാൽ സത്യദർശനം, സത്യകഥനം, സുന്ദരകഥനം അതാണ് ഉണ്ടാവുക. ഇങ്ങനെ പറഞ്ഞങ്ങോട്ട് നിർത്തി അവരുടെ മുൻപിൽ. പിന്നെ പറയാനുള്ളത് ആർക്കാ? വസിഷ്ഠ മഹർഷിക്ക. ആ വസിഷ്ഠ മഹർഷിയാ പിന്നെ പറയാൻ തുടങ്ങിയത്. ആ വർണ്ണന എത്ര നന്നായിട്ടുണ്ട് എന്ന് നോക്കൂ. പറഞ്ഞങ്ങോട്ട് ശ്രീരാമൻ ക്ഷീണിച്ചു അത്രേ. ആടി ആടി തകർത്ത് മയിലുകൾ ക്ഷീണിക്കുന്നത് പോലെ ക്ഷീണിച്ചു. ആ ക്ഷീണം തീർക്കാനായി മഴ പെയ്യാൻ പോവാണ്. അവിടുന്ന് അങ്ങടാ ഉപദേശം. ആ ശ്രീരാമന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി പറയുകയാണ്. ഞാനിവിടെ എടുക്കുന്നത് എന്താ? 5156 കൊല്ലം മുൻപ് ന്യൂഡൽഹിക്ക് അടുത്തുള്ള കുരുക്ഷേത്രത്തിൽ നടന്ന സംവാദമാണ് പറയുന്നത്. ഇന്നിപ്പോൾ പറഞ്ഞതോ പറയാൻ പോകുന്നതോ ത്രേതായുഗത്തിൽ സമാധാനാന്തരീക്ഷമായ അയോധ്യ രാജധാനിയിൽ ശ്രീരാമനും മന്ത്രിമാരും അമ്മയും അച്ഛനും അമ്മമാരും അച്ഛനും എല്ലാവരും കൂടിയുള്ള നിറഞ്ഞ സദസ്സിൽ ആ രാമൻ്റെ മുഖത്ത് നോക്കി വസിഷ്ഠ മഹർഷി പറയുന്ന കാര്യമാണ്. ഇത് രണ്ട് തമ്മിലുള്ള അന്തരം നോക്കൂ എത്രയുണ്ടെന്ന്. പക്ഷേ ചൊല്ല ഒന്നാണ്. സമതയാ മതയാ ഗുണശാലിനാം പുരുഷരാടിഹയസമലങ്കൃത തമമലം പ്രണമന്തി നരോത്തമാ അഭിമഹാമുനയോ രഘുനന്ദന. ആ വൃത്തമൊന്ന് നോക്കൂ. ഭൂമാനന്ദ സ്വാമിജിക്ക് സംസ്കൃതം കാവ്യം വേറെ ഒന്നും വേണ്ട കേട്ടോ, ഇത് മാത്രം മതി. സമതയാ മതയാ ഗുണശാലിനാം പുരുഷരാടിഹ യസമലങ്കൃത. മനുഷ്യരിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ഏത് പുരുഷനെയാണോ ഈ സമതയാ മതയാ, ഈ സമസ്വഭാവമുള്ള സമശീലമുള്ള ആ ബുദ്ധി അലങ്കരിക്കുന്നത്, ആ അലങ്കാരം കൊണ്ടാണ് മനുഷ്യൻ തമമലം, മനുഷ്യൻ പരിശുദ്ധി കൈവരിക്കുന്നത്. ജപിച്ച വെണ്ണ തിന്നിട്ടല്ല, പ്രസാദം കഴിച്ചിട്ടല്ല, പല വിധത്തിലും പലതരത്തിലുമുള്ള കാഷ്ട തപസ്സുകൾ ചെയ്തിട്ടല്ല. ഈ സമം എന്ന് പറയുന്ന ഈ തത്വം മൂല്യം അത് പരിശീലിച്ച് മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം തീർന്ന് ഇല്ലാതെയായി
ശുദ്ധമണ്ഡലം തെളിയുമ്പോഴാണ് ഒരു മനുഷ്യന് ശുദ്ധി എന്ന് പറയുന്നത്. അമലനാക്കുന്നത് ഈ പരിശീലനമാണ്. സുഖദുഃഖ സമത്വം. ആ അമലനായ മനുഷ്യനെ എല്ലാവരും നോക്കി തേടി വന്ന് പ്രണമിക്കുന്നു. ആര്? നരോത്തമ, ഉത്തമ മനുഷ്യർ. അഭിമഹാമുനയോ രഘുനന്ദന, മഹാമുനികളും തപസ്വികളും ചെന്ന് നമസ്കരിക്കുന്നു ആ ആളെന്ന്. അത്ര വിശേഷപ്പെട്ടതാണ് ഈ സമത്വം. ഈ സമം എന്ന് പറയുന്ന ഗുണവിശേഷം മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ശീലിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് ശീലിക്കേണ്ടതാണ്. മനസ്സിലാണ് ആ പരിശീലനത്തിൻ്റെ ഫലം വന്ന് പതിയുന്നത്. അപ്പോൾ അന്ന് ശ്രീരാമന് വേണ്ടി വസിഷ്ഠ മഹർഷി ഉപദേശിച്ച ആ ഭാഗവും 5156 കൊല്ലം മുൻപ് പൊടുന്നനെ കൃഷ്ണൻ അർജുനന് പടക്കളത്തിൽ വെച്ച് കൊടുത്ത ഉപദേശവും അത് തമ്മിൽ എത്ര ഇഴുകി ചേരുന്നു എന്നുള്ളത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. ആരെവിടെ എന്ത് പറഞ്ഞാലും നമുക്ക് പറയാനുള്ളത് ഒരേ ഒരു വാക്കും ഒരേ ഒരു തത്വവും ഒരേ ഒരു സിദ്ധാന്തവുമാണ്. അങ്ങനെ ശ്രീരാമനെ ഉപദേശിക്കുന്ന സമയത്ത് സുദീർഘമായിരിക്കുന്ന ഉപദേശമാണ്. സുദീർഘം. ആ ഉപദേശത്തിൽ പലതും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വസിഷ്ഠ മഹർഷി സമാപന രൂപത്തിൽ സംസാരിക്കുന്ന രംഗങ്ങളുണ്ട്. അതിലൊരെണ്ണം പറയാം, കേട്ടോളൂ. ഏകാദപത്രമവനൗ ഗുരുണോപദിഷ്ടം സമ്യക് സുപാലയ ചിരം സമയേകദൃഷ്ട്യാ രാജ്യം സമസ്ത ഗുണരഞ്ജിത രാജലോകസ്ത്യാഗോ നയുക്ത ഇഹ കർമ്മസു നാഭിരാഗഃ. ഗൃഹസ്ഥന്മാരായ നിങ്ങൾക്ക് എല്ലാവർക്കും 2 എക്സ്ട്രീമാണ്. ഒന്നിലോ എല്ലാറ്റിലും അങ്ങേ അറ്റം ഒട്ടിപ്പോവും. മകന് പ്രായമായി 30, 35, 40 വയസ്സായി, കല്യാണം കഴിച്ച് കുട്ടികളുമായി. എന്നാലും ഇവരുടെ മനസ്സ് വിടില്ല. മകനെ വിളിക്കുമ്പോൾ മിണ്ടില്ല, എന്നെ അറിയിക്കണില്ല, അവൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. തൊട്ടതിനൊക്കെ നിങ്ങളെ അറിയിക്കണം. സ്വതന്ത്രമായി ജീവിക്കാനാണല്ലോ കല്യാണം കഴിച്ചത്. അവർ ഭാര്യാഭർത്താക്കന്മാരായി പാരസ്പര്യത്തോടു കൂടി ആലോചിച്ചും വിമർശിച്ചും കേൾപ്പിച്ചും കഴിയട്ടെ. അതിന് നിങ്ങളെ എന്തിനാ വട്ടം തിരിക്കണേ? അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം അവർക്ക് വരാൻ വിഷമമാണ്. അപ്പോൾ ഒന്നുകിൽ അവരെ അങ്ങേ അറ്റം ഒട്ടിപ്പോവും, അല്ലെങ്കിലോ വെറുത്ത് വിദ്വേഷത്തോടു കൂടി പിന്മാറും. ഇങ്ങനെ ഈ തല അല്ലെങ്കിൽ ആ തല, ഈ അറ്റം അല്ലെങ്കിൽ ആ അറ്റം, ഇങ്ങനെ ഒരു നിലയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൂ. അതല്ലാത്തൊരു നിലയുണ്ട്. ഒട്ടാനും പോണ്ട, വേറിടാനും പോണ്ട. മനസ്സിനെ സമമാക്കി നിർത്തുന്ന ഒരു വിശേഷപ്പെട്ട നിലയുണ്ട്. അതാണ് നമുക്ക് ആവശ്യം. ആ സമനിലയിൽ സമസ്ഥിതിയോടുകൂടി മാത്രമേ ഈ ലോകത്തെ ജയിക്കാൻ നമുക്ക് പറ്റൂ. ഇവിടെ എന്തുണ്ടെങ്കിലും നമ്മൾക്ക് വിഷമിക്കാതെ ജീവിക്കാൻ കഴിയും. ആ സ്ഥിതിയാണ് അർജുനന് ആവശ്യം. എത്രയോ യുദ്ധം ചെയ്തവനാണ് അർജുനൻ. അതിലൊക്കെ പടയാളികളെ നേരിടാൻ ഒരു വിഷമവും ഉണ്ടായില്ല. ഇവിടെ വന്നപ്പോഴാണ് ഗുരുജനങ്ങളും സ്വജനങ്ങളും അണിനിരക്കുന്നത് കണ്ടത്. അപ്പം ഗുരുജനങ്ങളെയും സ്വജനങ്ങളെയും കണ്ടപ്പോൾ തൻ്റെ നിലപാട് ആകെ വഴുതി അങ്ങോട്ട് പോയി. അതിൽ പിടിച്ചു നിൽക്കാൻ അർജുനന് കഴിഞ്ഞില്ല. ആ നില മാറ്റി ഒരു ശരിയായ ശാന്തത നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റണം. അതാണ് ഈ അധ്യാത്മത്തിൻ്റെ രഹസ്യം മുഴുവനും. ഭക്തിയും വാസ്തവത്തിൽ അതുതന്നെയാണ്. പ്രത്യേകിച്ചും ശ്രീമദ് ഭാഗവതത്തിൽ വിവരിക്കുന്ന ഭക്തിവിശേഷം. ശ്രീമദ് ഭാഗവതത്തിൽ ഒരു ശ്ലോകമുണ്ട്. എന്താണ് ആ ശ്ലോകം? മുനിഃ പ്രസന്ന ഗംഭീരോ ദുർവികാഹ്യോ ദുരത്യയഃ അഗാധബുദ്ധിരക്ഷോഭ്യഃ സ്ഥിമിതോദ ഇവാർണവഃ. സ്ഥിമിതോദ ഇവാർണവഃ. ഒരു മുനി എന്ന് പറയുന്ന ആളെങ്ങനെയാ? പ്രസന്ന ഗംഭീരഃ. ഒന്ന് പറയൂ. ആ മുഖം എങ്ങനെയിരിക്കും? പ്രസന്ന ഗംഭീരൻ, ഗംഭീരമായ പ്രസന്നത. ആ പ്രസന്നത എങ്ങനെ വരും? ഒരു കുട്ടികൾക്ക് 2 ചോക്ലേറ്റ് കൊടുത്താൽ സന്തോഷമായി പല്ല് മുഴുവൻ കാണിച്ച് ചിരിച്ചു തുടങ്ങും. അങ്ങനെയുള്ള പ്രസന്നതയല്ല. അടയാനുള്ളത്, കൈവരിക്കാനുള്ളത് കൈവരിച്ച് ഈ ലോകത്തിൽ ഇത്രയേ ഉള്ളൂ, ഇതിൽ കൂടുതലില്ല. ഇവിടെ ലോകത്തിനല്ല സ്ഥാനം, നമ്മുടെ മനസ്സിലാണ് സ്ഥാനം. മനസ്സാണ് ലോകത്തെ ഗ്രഹിക്കുന്നത്. ഈ മനസ്സാണ് ലോകത്തെ തുടച്ചു മാറ്റുന്നതും മനസ്സിൽ നിന്ന്. അവിടെ മനസ്സാണ്
ഞാൻ മനസ്വിയാകണം എന്നുള്ള വിചാരത്തോടു കൂടി കാര്യങ്ങൾ വിശകലനം ചെയ്ത് മനസ്സിലാക്കി തത്വസാക്ഷാത്കാരം വന്ന് നമുക്കുണ്ടാവുന്ന ഒരു പ്രസന്നതയാണ് ഗംഭീര പ്രസന്നത. ദുർവിഗാഹ്യോ ദുരത്യേഹ. അദ്ദേഹത്തിൻ്റെ ഉള്ളളന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല, അദ്ദേഹത്തിനെ കവച്ചു വയ്ക്കാനും സാധ്യമല്ല. അഗാധമായിരിക്കുന്ന ബുദ്ധിയാണ്. ഒരു അവധൂതനോട് യദു ചക്രവർത്തി ചോദിച്ച ചോദ്യങ്ങളെക്കുറിച്ചാണ്, ഉത്തരങ്ങളെക്കുറിച്ചാണ് ശ്രീകൃഷ്ണൻ ഉദ്ധവനെ ഉദ്ബോധിപ്പിക്കുന്നത്. കൃഷ്ണൻ്റെ പൂർവികനാണല്ലോ യദു ചക്രവർത്തി. ഇവിടെ മഹാരാജാക്കന്മാർ പോലും ആരാധിക്കുന്നത് ആരെയാ? അവധൂതന്മാരെ, സന്യാസിമാരെ, തത്വജ്ഞരെ. അതാണ് ഇതിൻ്റെ വിശേഷം. എരപ്പാളിയുടെ വേഷാണിത്, മണ്ണിൻ്റെ നിറ. ഞങ്ങളൊക്കെ ഇത്തിരി ചായം കൊടുത്തത് കൊടുക്കണു നാഗരികതയുടെ പേരിലെന്ന് പറയാം നിങ്ങൾക്ക്. ശരിക്കും മണ്ണാണ് ഈ കാവി, അതിൽ മുക്കിയിട്ടാണ് സന്യാസിമാർ നടക്കുക. എന്താ, അവർ പലയിടത്തും ഇരിക്കും കിടക്കും, അപ്പോൾ ചളിയാവും. എന്നാൽ ആ ചളി തന്നെ ആയിക്കോട്ടെ വസ്ത്രത്തിൻ്റെ നിറന്ന് തീരുമാനിച്ചു. എന്തൊരു ബുദ്ധിവിശേഷം, അത് ആലോചിച്ച് നോക്കൂ. Their dress will always become dirty, so they decided, let us color it with dirt itself. അങ്ങനെ ഒരു വേഷം ധരിച്ചവനെ ഒരു മഹാരാജാവ് പോയി കുമ്പിട്ടിട്ട് യാചിക്കുകയാണ്, എനിക്ക് അറിവ് പറഞ്ഞു തരൂ, അറിവ് പറഞ്ഞു തരൂ. സിംഹാസനത്തിലാണ് ഞാൻ ഇരിപ്പ്, പക്ഷേ എനിക്ക് ഉള്ളിരിപ്പില്ല, ഉള്ളിലിരിക്കാൻ ഒരു സ്ഥാനം ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. അപ്പം ഈ രണ്ടും അങ്ങേയറ്റ. ഇവിടെ ശ്രീരാമനോട് പറയണത് എന്താ? ഏകാദപത്രമവനൗ ഗുരുനോപദിഷ്ടം സമ്യക് സുപാലയ ചിരം സമയേഹ ദൃഷ്ട്യാ രാജ്യം സമസ്ത ഗുണരഞ്ജിത രാജലോകസ്ത്യാഗോ നയുക്ത ഇഹ കർമ്മസു നാഭിരാഗഃ. രാമ രാമ, നീ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല ഈ കുലത്തിൽ വന്ന് ജനിച്ചത്. ദശരഥന് കുറേ കാലം മക്കളുണ്ടായിരുന്നില്ല, പലതും ചെയ്തിട്ടും ഉണ്ടായില്ല. സിംഹാസനത്തിലിരിക്കാൻ ആരെങ്കിലും ഒരാൾ വേണം എന്ന് വിചാരിച്ചാണ് അവസാനം വസിഷ്ഠ മഹർഷി പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ച് അശ്വമേധയാഗം നടത്താൻ തീരുമാനിച്ചത്. ആ അശ്വമേധയാഗം മുഴുവനായി അതിൻ്റെ പ്രസാദം എന്നുള്ള നിലയ്ക്ക് 3 ഭാര്യമാർക്ക് കൊടുത്തു. അതിനുശേഷമാണ് അവർ അവിചാരിതമായി ഗർഭം ധരിച്ച് 4 കുട്ടികളുണ്ടായത്. അതിന് എതിർച്ചയാ നീ മൂത്തവനായിപ്പോയി, ജ്യേഷ്ഠനായിപ്പോയി. അപ്പം നിൻ്റെ ജന്മമോ ജന്മത്തിന് ശേഷമുള്ള വളർച്ചയോ അത് നിനക്ക് തന്നിട്ടുള്ളതായ സ്ഥാനമോ ഇതൊന്നും നീ സ്വാർജിതമാണെന്ന് വിചാരിക്കരുത്. ഈ പ്രപഞ്ചത്തിൻ്റെ ഗതിവിഗതികളിൽ പ്രകൃതി രൂപപ്പെടുത്തിയ പല വിധത്തിലുള്ള വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾക്കെല്ലാം വിധേയമായി നീ രാജവംശത്തിൽ ജനിച്ചു, ദശരഥ മഹാരാജാവിൻ്റെ സീമന്ത പുത്രനായി. ഇവിടെ സിംഹാസനം ആർക്കെങ്കിലും കിട്ടാൻ പോകുന്നുണ്ടെങ്കിൽ അത് നിനക്കാണ് വരിക. നിൻ്റെ സഹോദരന്മാർ ഒരു തരത്തിലും അത് അഭിലഷിക്കൂല, അനുസരണശീലത്തോടു കൂടി അവർ കഴിയും. അപ്പോൾ ഏകാദപത്രമവനൗ ഗുരുണോപദിഷ്ടം, എതിർച്ചയാ ഈ രാജ്യത്തിലുള്ള പാരമ്പര്യ ക്രമങ്ങൾ അനുസരിച്ച് നിനക്കൊരു സിംഹാസനം കിട്ടാൻ പോകും. ആ സിംഹാസനത്തെ നീ അലങ്കരിക്കണം. എന്നിട്ടോ ഗുരുണോപദിഷ്ടം, എല്ലാ സമയത്തും നീ ഗുരുജനങ്ങളോട് ചോദിക്കുക എന്താണ് വേണ്ടത്, എന്താണ് നല്ലത് എന്ന്. അങ്ങനെ ചോദിച്ച് അവരുടെ ഉപദേശപ്രകാരം സമ്യക് സുപാലയ, വേണ്ടതുപോലെ എത്രത്തോളം കാലം വേണമോ ആവശ്യമോ അത്രത്തോളം കാലം ഭരിക്കൂ. സമയേഹ ദൃഷ്ട്യ, നിൻ്റെ ദൃഷ്ടി സമമായിരിക്കണം. ഞാൻ അതിനാണ് ഈ ശ്ലോകം പറയുന്നത്. ഈ സിംഹാസനത്തിൽ ഇരുന്ന് രാജ്യം ഭരിക്കുന്ന സമയത്ത് നിനക്ക് എന്താ വേണ്ടത്? സമത്വം നിൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും അലങ്കരിക്കണം. അത് വിട്ടു പോവരുത്. രാജ്യം സമസ്ത ഗുണരഞ്ജിത രാജലോകസ്ത്യാഗോ നയുക്തഃ, ഞാൻ നിനക്ക് ആത്മജ്ഞാനമാണ് പകർന്നു തരാൻ പോണത്. ആ ആത്മജ്ഞാനം കൈവന്നവന് വേറെ ഒന്നിൻ്റെയും ആവശ്യമുണ്ടാവില്ല. അവന് സിംഹാസനം ഒരു അഭിലാഷമോ അതിൽ കവിഞ്ഞതെന്തെങ്കിലും ഒരു അഭിലാഷമോ ഉണ്ടാവില്ല. മനസ്സിനെ പൂർണ്ണമായി നിറയ്ക്കുന്നതാണ് ഈ ജ്ഞാനം.
അപ്പം ആ ജ്ഞാനപൂർണതയാൽ ഇവിടെ ജീവിക്കുന്ന സമയത്ത് നീ എതിർച്ചയാ വന്ന് ചേർന്നിട്ടുള്ള ഈ സിംഹാസനത്തെ തട്ടിക്കളയരുത്. നീ ആവശ്യപ്പെട്ട് വന്നതല്ല, എതിർച്ചയാ വന്നതാണ്. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് സുഖഭോഗങ്ങൾ അനുഭവിക്കാനല്ല. സിംഹാസനം എപ്പോഴും ഭാരം ചുമത്തുന്നതാണ്. അർദ്ധരാത്രിയിൽ പോലും രാജാവിന് കിടന്നുറങ്ങാൻ സാധിച്ചു എന്ന് വരില്ല. ചാരന്മാരെന്തെങ്കിലും വാർത്തയും കൊണ്ട് വന്നാൽ ഉടനണി എണീറ്റ് ഉറക്കവും ബാക്കിയുള്ളതൊക്കെ വിട്ട് വാളും കയ്യുമായി പോകേണ്ടി വരും. സിംഹാസനം ഒരു ഭാരമാണ്. അത് ഒഴിവിനും ലീഷറിനും സുഖഭോഗത്തിനുമുള്ള സ്ഥാനമല്ല. അത് നല്ലപോലെ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഗുണരഞ്ജിത ഭൂയിഷ്ടമായിരിക്കുന്ന ഈ സിംഹാസനത്തെയും രാജ്യത്തെയും ത്യാഗോനയുക്ത, അതിനെ വിട്ടുകളയുന്ന ചോദ്യം നിന്റെ മനസ്സിൽ പിടിപെട്ടു പോകരുത്. ഇഹ കർമ്മസുനാഭിരാഗ, അങ്ങനെ രാജ്യം ഭരിക്കുന്ന സമയത്ത് അര സെക്കൻഡ് പോലും നിന്റെ മനസ്സിൽ ഇതൊരു വ്യാമോഹമോ അഭിലാഷമോ ഉണ്ടാക്കി പോകരുത്. ഇത് രണ്ടുമില്ലാത്ത ഒരു സമയേഹ ദൃഷ്ട്യ, ഒരു സമദൃഷ്ടിയുണ്ട് രാമ. അതാണ് ഞാൻ നിന്നോട് പലതും പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇത് ബുദ്ധി കൊണ്ട് വേണം ഗ്രഹിക്കാൻ. ബുദ്ധിക്കുള്ള ജ്ഞാനം ഉപദേശിച്ച് അത് കൈക്കൊണ്ട് വേണം ഇത് നേടിയെടുക്കാൻ. ത്യാഗോനയുക്ത ഇഹ കർമ്മസുനാഭിരാഗ, പല വിധത്തിലുള്ള സംഗതികളും നിനക്കിവിടെ നടത്തേണ്ടി വരും. ഒരൊറ്റ പ്രവൃത്തിയിൽ നിൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടാവരുത്. അപ്പം ആഗ്രഹ നിർമുക്തനായി, സംഘവിമുക്തനായി, വേണമെന്നും വേണ്ട എന്നുമുള്ള തോന്നൽ ആ പിടിവിലികളിൽ പെടാതെ നിൻ്റെ മനസ്സ് സമസുന്ദരമായി, സമത്വസുന്ദരമായിരിക്കട്ടെ. ഞാൻ തേടിക്കിട്ടിയതല്ല, എനിക്കൊട്ട് ആവശ്യവുമില്ല. ഞാൻ തള്ളാനും പോണില്ല, കൊള്ളാനും പോണില്ല. തള്ളൽ കൊള്ളൽ എന്ന രണ്ട് വിചാരം ദ്വന്ദ്വങ്ങളാണ്. ആ ദ്വന്ദ്വങ്ങളുടെ മുകളിൽ പോയി ഞാൻ സുഖമായി കഴിയാൻ പോണു. എനിക്ക് ഈ സിംഹാസനം ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ. എപ്പോൾ വേണമെങ്കിൽ അതിനെ വിടാം, എപ്പോൾ വേണമെങ്കിൽ ഗ്രഹിക്കാം. അതന്നെയല്ലേ ശ്രീരാമൻ ചെയ്തത് തൻ്റെ ജീവിതത്തിൽ. യുവരാജാവായി അഭിഷേകം ചെയ്യാൻ സർവ്വസന്നാഹങ്ങളും കഴിഞ്ഞിരിക്കെ കൈകേയി പെട്ടെന്ന് ഇടപെട്ട് 14 കൊല്ലം ദണ്ഡകാരണ്യത്തിലേക്ക് രാമ എന്ന് പറഞ്ഞപ്പോൾ, ഇന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഞാൻ പൊയ്ക്കളയും എന്ന് പറഞ്ഞ് പുറപ്പെട്ടു, താപസ വേഷം ധരിച്ച്. ഇതാണ് നമ്മുടെ മാതൃകാ കൂട്ടരെ. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കയ്യിൽ വേണം. നിങ്ങളുടെ മനസ്സിൻ്റെ ബലം നിങ്ങൾ മനസ്സിലാക്കണം, ശക്തി നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ബുദ്ധിയുടെ ദൗത്യം നിങ്ങൾ മനസ്സിലാക്കണം. ആത്മജ്ഞാനത്തിൻ്റെ വൈഭവം നല്ല പോലെ മനസ്സിലാക്കി നുകർന്ന് നുണഞ്ഞ് ഹൃദയപൂർണരായി ജീവിക്കണം. നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കണം. അതിൽ പണത്തിനൊരാവശ്യമോ പ്രതാപത്തിനൊരാവശ്യമോ ആഡംബരത്തിനൊരാവശ്യമോ ഒന്നും തന്നെ അതിലുണ്ടായി പോകരുത്. നിങ്ങളുടെ മനസ്സ് സ്വയം പൂർണ്ണമാണ്, അതിനെ പൂർണ്ണമാക്കാൻ സാധിക്കും. ശ്രീമദ് ഭാഗവതം പറയുന്നത് പോലെ ഭഗവാനെ സ്തുതിച്ച് പ്രഹ്ലാദൻ പറയാണ്, അങ്ങ് സ്വയം പരിപൂർണനാണ്, അതുകൊണ്ട് അങ്ങയ്ക്ക് ഒന്നും വേണ്ട. നൈവാത്മനഃ പ്രഭുരയം നിജലാഭപൂർണോ. ഭഗവാനെ അങ്ങ് സ്വയം തൻ്റെ ലാഭം കൊണ്ട് പൂർണ്ണനാണ്. അതുകൊണ്ട് അങ്ങ് ഒരു വിധത്തിലുള്ള മാനമോ സത്കാരമോ ആരിൽ നിന്നും ഉറ്റുനോക്കുന്നില്ല. സ്വയം പൂർണ്ണനാണ് അദ്ദേഹം. അങ്ങ് ഈ കാണുന്ന വിഭവങ്ങൾ മുഴുവൻ ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗമെടുത്ത് ഭഗവാന് കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. അത് വേണ്ടതുപോലെ നാം വിനിയോഗിച്ചാൽ മതി, ഉപയോഗിച്ചാൽ മതി, അത് മാത്രം മതി, വേറെ ഒന്നും ആവശ്യമില്ല. എന്നാൽ പിന്നെ എല്ലാവരും സത്കാരവും മാനവും പൂജയുമായും ഒക്കെ നടത്തുന്നത് എന്തുകൊണ്ടാണ്? ഈ വസ്തുത അറിയാത്തത് കൊണ്ട്. മാനം ജനാത് അവിദുഷക്കരുണോ വൃണീതേ. അറിവില്ലാത്തത് കൊണ്ടാണ് ഭഗവാനെ നാം പൂജിക്കുന്നതും ആരാധിക്കുന്നതും. പക്ഷേ ആ പൂജ കൊണ്ടും ആരാധന കൊണ്ടും എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു വലിയ സമ്പ്രദായ, അതിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല ശാസ്ത്രം. പക്ഷേ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണു എന്ന് മാത്രം. ഈ ആരാധന ആര് ചെയ്യുന്നുവോ അവനാണ് അതുകൊണ്ടുള്ള ഗുണം. ആരാധിക്കപ്പെടുന്ന ദൈവത്തിന് അരക്കാശിന് പ്രയോജനമില്ല നമ്മുടെ ആരാധന കൊണ്ട്. നാം ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം നമുക്ക് തന്നെയാണ്. ഈ ആരാധന എങ്ങനെ നമ്മളെ
അനുഗ്രഹിക്കുന്നു, എങ്ങനെ ഫലം തരണു എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാം കാണാനുള്ള കണ്ണുണ്ട്. പക്ഷേ നമ്മുടെ മുഖം കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. നമ്മുടെ മുഖം കാണണമെങ്കിൽ ഒരു കണ്ണാടി തൂക്കണം, അവിടെ ചെന്ന് മുൻപിൽ നിൽക്കണം. അങ്ങനെ കണ്ണാടിയിൽ നമ്മുടെ പ്രതിബിംബം കാണുമ്പോഴേ നമുക്ക് നമ്മുടെ മുഖം കാണാൻ പറ്റുള്ളൂ, കണ്ണിനെ പോലും കാണാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രതിബിംബം കണ്ട് ആ പ്രതിബിംബത്തിൽ ഒരു പൊട്ട് തൊടുമ്പോൾ ആ പൊട്ട് വീഴുന്നത് നമ്മുടെ നെറ്റിയിലാണ്, കണ്ണാടിയിലോ പ്രതിബിംബിത മുഖത്തിലോ അല്ല. അതുപോലെ നാം ആരാധിക്കുന്ന സമയത്ത് ആ ആരാധനയുടെ ഫലം മുഴുവൻ കിട്ടുന്നത് ആരാധകനാണ്, ആരാധിക്കപ്പെടുന്ന മൂർത്തിക്കല്ല. അല്ല അല്ല. നോക്കൂ ശ്രീമദ് ഭാഗവതം എങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നു എന്ന്. അതുപോലെ രാജ്യം സമസ്ത ഗുണരഞ്ജിത രാജലോകസ്ത്യാഗോ നയുക്ത ഇഹ കർമ്മസു നാഭിരാഗഃ. ഈ ഭഗവത്ഗീതയിൽ പറയുന്ന ഈ സമത്വം ഇത് മാത്രമാണ് കൃഷ്ണൻ 2-ാം അധ്യായത്തിൽ തുടങ്ങി 18-ാം അധ്യായത്തിൽ പര്യവസാനിക്കുന്നത് വരെ പറയുന്നത്. ഈ സമം എന്ന് പറയുന്ന 2 അക്ഷരം, ആ വാക്ക്, അതുകൊണ്ട് കൃഷ്ണൻ നിങ്ങൾ ലോകത്തെ മുഴുവനും നേരിടാനുള്ള ഒരു വലിയ വലിയ കവചം തയ്യാറെടുപ്പാണ് നിങ്ങൾക്ക് തരുന്നത്. എന്ത് കാര്യം വേണമെങ്കിൽ നിങ്ങൾ നിർവഹിക്കാൻ പുറപ്പെട്ടോളൂ, ഈ സമം എന്ന് പറയുന്ന കവചം ധരിച്ച്. ഭയപ്പെടരുത്, ഭയപ്പെടരുത്, വിറയ്ക്കരുത്, ഭ്രമമോഹങ്ങൾക്ക് വിധേയമാകരുത്. ഈ കവചം നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവട്ടെ. Here are two words. Here are 2 letters. A very short and simple word called sama or samatva. With this word, he enables you, empowers you, equips you, enriches you to face the entire world. The entire world. My dear world, you can do nothing to me. I am enriched by samatva. My senses come into contact with you, and the senses with the help of the mind bring about sukha dukkhas. You are inert, you are inert, you are powerless. I am the powerful, I am the master. You are the servant. Don't think that you are the master making me a servant. എൻ്റെ ലോകമേ, ഞാൻ നിന്റെ അധിപനാണ്. നിന്നെ സുഖദുഃഖകരമാക്കി തീർക്കുന്നത് ഞാനാണ്, എൻ്റെ മനസ്സാണ്, എൻ്റെ ഇന്ദ്രിയങ്ങളാണ്. എൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സുമാണ് നിന്നേക്കാൾ ഉപരി ഉപരി ഉപരി. എന്നോട് വാലാട്ടണ്ട, എന്നെ മോഹിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ ഭ്രമവും മോഹവും ഇല്ലാത്തവനാണ്. ഞാൻ നിൻ്റെ യജമാനനാണ്, നീ എൻ്റെ ഭൃത്യനാണ്. ഞാൻ എന്ത് ചെയ്യാനും സമർത്ഥൻ. സംഘമില്ലാതെ സമത്വഭാവത്തോടുകൂടി എല്ലാറ്റിനെയും സമീകരിച്ച് ആത്മസാത്കരിച്ചെടുക്കാൻ പ്രാപ്തനാണ് ഞാൻ. ഇങ്ങനെ ആത്മവിശ്വാസം കൊണ്ട് നിറയ്ക്കാനും വിവേകം കൊണ്ട് കവിഞ്ഞ് ഒഴുകത്തക്ക വിധത്തിലുള്ള ഒരു നില കൈവരിക്കാനും സഹായിക്കുന്നതാണ് കൃഷ്ണൻ്റെ ഉപദേശം. അത് നല്ല പോലെ മനസ്സിലാക്കി നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളൂ. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും സംസാരിക്കും. ഭഗവത്ഗീതയാണല്ലോ സംസാര വിഷയം. ഇത് നമുക്ക് ആവശ്യമാണോ, ശ്രീമദ് ഭാഗവതം എന്തു പറയണു എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ നിന്നും ചില ശ്ലോകങ്ങൾ ഉദ്ധരിക്കുന്നത്. ഈ പവർ പോയിൻ്റ് ശരിയാക്കി തന്നാൽ നാളെ നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം. അതിനുള്ള ഇൻഡിക്കേറ്ററൊക്കെ കൊണ്ടുവന്ന്. ഈ മനഃപ്രശാന്തത എന്ന പുസ്തകത്തിനെ പറ്റി പറഞ്ഞു. ഇനി ഒരു പുസ്തകമുള്ളത് റീപ്രിൻ്റ് ചെയ്യാണ് ഞാൻ തന്നെ സത്യം. ആ പുസ്തകം വായിച്ച് വളരെയധികം ജനങ്ങൾ സന്തോഷിച്ചിട്ടുണ്ട്. ഞങ്ങൾ അടിച്ച കോപ്പിയൊക്കെ കഴിഞ്ഞു. ഇത് എറണാകുളത്തിൽ വെച്ചിട്ടാണ് ഇത് റിലീസ് ചെയ്തത്, ഒരു പ്രത്യേക സദസ്സിൽ. ഞാൻ തന്നെ സത്യം. ഇത് വായിച്ചിട്ട് അവർ പറയുകയാണ്, സ്വാമിജി ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് തോന്നുന്നത് ഇനി ഒരു പുസ്തകവും ഈ അധ്യാത്മ മേഖലയിൽ ഞങ്ങൾക്ക് വായിക്കാനില്ലെന്ന്. അങ്ങനെ തന്നെയാണത്. അതിൽ തിയറി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അതിനുശേഷം പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്.
ഈ രണ്ട് ഭാഗവും ഈ അന്തിമ സത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. അങ്ങനെ ഒരു സത്യം ഉണ്ടോ എന്ന് ആരും സംശയിക്കരുത്. എല്ലാവരും പറയുന്ന വാക്കാണ് ഞാൻ. ഞാൻ ഞാൻ ഞാനില്ല എന്ന് പറയുന്ന ആരെങ്കിലും പൊട്ടന്മാർ ഈ സദസ്സിലുണ്ടാവുമോ? ഉണ്ടാവില്ല. ഞാൻ ഞാൻ ആ ഞാൻ എന്ന് പറയുന്നിടത്തോളം കാലം നിങ്ങൾ ഈശ്വരനെ സ്മരിക്കുകയാണ്. സ്മരണയ്ക്ക് വേണ്ടി വേറെ വാക്കിൻ്റെ ആവശ്യമില്ല. ഞാൻ എന്ന വാക്ക് തന്നെ ആവോളമുള്ള സ്മരണയായി ഈശ്വര സ്മരണ. എന്താ കാരണം? ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന സത്യത്തെയാണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാൻ എന്നും പറയുന്നത് എന്ന് ആദ്യമേ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. വദന്തി തത്തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. അത്ര വിശേഷപ്പെട്ട ഒരു പുസ്തകമാണ്. ഞാൻ ഈ ടൈറ്റിൽ കൊടുത്തത് മനഃപൂർവ്വമാണ്. എല്ലാവരും മനസ്സിലാക്കട്ടെ, ഈശ്വരൻ വിദൂരസ്ഥനല്ല, ഏറ്റവും സമീപസ്ഥനാണ്. ഞാൻ എന്ന വാക്ക് ഈശ്വരനെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒരാളും ഈശ്വരവിശ്വാസികളല്ലാത്തവരില്ല. ഒക്കെ ഈശ്വരവിശ്വാസികളാണ്. എന്താ? ഞാനാണ് ഈശ്വരൻ. തൽക്കാലം ഞാൻ നിർത്തട്ടെ. കർത്തവ്യമസ്തി ന മമേഹ ന കിഞ്ചിദേവ സ്ഥാതവ്യമിത്യതിമനാഃ ഭുവി സംസ്ഥിതോസ്മി സംശാന്തയാ സതതസി സുപ്തധിയൈവ വൃത്യാ കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി. കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി. ഇതിൻ്റെ ലാസ്റ്റ് ലൈൻ എന്താണെന്നറിയോ? അഹങ്കാരവും മമതയും ആശയമൊന്നും ഇല്ലാതെ ഞാൻ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നു. ഞാൻ ചെയ്യുന്നു, എന്നാൽ ഞാനൊന്നും ചെയ്യുന്നില്ല. ഇതാണ് എൻ്റെ മനസ്സിലുള്ള അഭിപ്രായം. വസിഷ്ഠ മഹർഷി പറഞ്ഞതാണിത്. നമുക്കൊരു ഓംകാരം ജപിച്ച് നിർത്താം. എല്ലാവരും അതിന് തയ്യാറായിരിക്കും. ഓ ഹരി ഓം തത്സത്. ജയ ഗുരു.